നാരായണ സദ്ഗുരു ഗുരുവാരാധിദേവാഹിയോ നാഥത്വപദപങ്കജസ്മൃതിരിമാ കർമ്മസ്ഥാപനകർമ്മഗുരുവമദേ ത്വം ബ്രഹ്മരാധോ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം നാരായണായ നരനെ നാരായണനാക്കിയിടുവാൻ നരരൂപമെടുത്തോ പ്രത്യേകാത്മസ്വരൂപനാ നാരായണ നാമധേയനാം ശ്രീനാരായണ ഗുരുനാഥനെ നമിച്ചിടാം നന്ദിയോടെ നമ്രശിരസരായി നമുക്കേവർക്കും നിത്യവും ശിവഗിരി ശിഖരാഗ്രേ ദിവ്യപത്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിദ്രോനാഥം സുജനദികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. ശ്രീനാരായണ ഗുരുദേവസ്വാമി പാദം നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും അതുപോലെ തന്നെ ഗുരുദേവ ഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്തേ. ഇന്നിപ്പോ നമ്മളെല്ലാവരും ഗുരുദേവന്റെ നാമധേയത്തില് ഒത്തുകൂടിയിരിക്കുകയാണ്. ഗുരുവിന്റെ കൃതിയെക്കുറിച്ച് വിചിന്തനം ചെയ്യുക. ഇന്ന് എൻ്റെ നിക്ഷിപ്തമായിട്ടുള്ള ഒരു കടമ കർത്തവ്യം എന്ന് പറയുന്നത് ഗുരുവിനാൽ വിരചിതമായിട്ടുള്ള നാരായണകൃതമായിട്ടുള്ള സോമതൃപാദങ്ങളുടെ ശ്രേഷ്ഠമായ ശിവസ്തുതിയായിട്ടുള്ള സദാ ശിവ ദർശനം. ഗുരുവിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഒരുപാട് കൊട്ടേഷനും കാര്യങ്ങളും ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് സമയവും പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ക്ലാസ്സിലോട്ട് നമ്മുടെ പദ്യത്തിലെത്തി ഗുരുവിന്റെ തിരുമന്ത്രങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് നിഷേധിക്കപ്പെടും. അതുകൊണ്ട് കഴിവതും കൂടുതൽ ഗുരുവിനെ കുറിച്ച് ചെറുതായിട്ടൊന്നും പറയുന്നില്ല. കാര്യം ഗുരു എന്റെ ആവശ്യമില്ല. ഗുരുവിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു വിവരണത്തിന്റെയോ അല്ലെങ്കിൽ നമ്മളിൽ നിന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനന്ദനത്തിന്റെ ആവശ്യമൊന്നും ഗുരുവിനില്ല. ഗുരു എല്ലാത്തിനും അതീതമായിട്ട് നിൽക്കുന്ന പ്രത്യേകാത്മസ്വരൂപനാണ്, പരമാത്മസ്വരൂപനാണ്, മതാതീതനായിട്ടുള്ള മഹാഗുരുവാണ്. നമ്മൾ മഹാഗുരു എന്ന് പറയും. പക്ഷെ ആ മഹാഗുരുവിന്റെ ശക്തി എന്ന് പറയുന്നത് മതാതീതനാണെന്നുള്ളത്. ഒരു മതത്തിന്റെ കെട്ടുപാടുകളിൽ നിൽക്കാതെ എല്ലാത്തിന്റെയും സാരത്തെ ഉൾക്കൊള്ളാൻ പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള യതീന്ദ്രൻ, സന്യാസി ശ്രേഷ്ഠൻ. ഗുരുവിന് ജയിച്ച് നമുക്ക് വേറെ ഒന്നും പറയാനില്ല, പകരം വയ്ക്കാനില്ല, അല്ലെ? സമാനതകളില്ലാത്ത ഒരു മഹാപ്രതിഭാസമാണ്. എവിടെ പോയാലും പറയും ഗുരുവിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നോൺ പെറൈഡ് എന്നുള്ള ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയും, അല്ലെ? അൺറൈവൽഡ്, അൺപാരലൽഡ് എന്ന് പറയും. നമുക്ക് അതുമായിട്ട് തട്ടിച്ചു നോക്കാൻ നമുക്കില്ല, ആളില്ല. അപ്പൊ ഗുരുവിനെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നത് പറഞ്ഞാൽ തന്നെ അതെന്താണ്? നമ്മുടെ അറിവില്ലായ്മ, അജ്ഞത, അല്ലെ? അപ്പൊ അത് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഗുരുവിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഗുരു പ്രത്യേകാത്മസ്വരൂപനാണ്, മതാതീതനായിട്ടുള്ള മഹാഗുരുവാണ്, വിശ്വഗുരുവാണ്. ആ നാമധേയം സാർത്ഥകമാക്കുന്ന വിധത്തില് തന്റെ പരിപാവനമായ ജീവിതം ജീവിച്ചു മാതൃകയായ ശ്രേഷ്ഠനായ ഗുരുനാഥൻ. പറഞ്ഞതെല്ലാം തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ച മഹായോഗി. അതാണ് നാരായണ ഗുരുസ്വാമിതൃപാദങ്ങള്. അപ്പൊ സ്വാമിയെ കുറിച്ച് കൊട്ടേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ അതോട്ടായി പോകും. അതുകൊണ്ട് ഞാൻ അത് മാത്രം കൺട്രോൾ ചെയ്ത് ഇതിലോട്ട് വരികയാണ്. പിന്നെ ഗുരുവിന്റെ പറയുകയാണെങ്കിൽ ഒരു ഞാൻ എവിടെ പോയാലും അത് പറയാറുണ്ട്. ഗുരുവിന്റെ സുബ്രഹ്മണ്യ കീർത്തനത്തില് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു കൺക്ലൂഡിങ് സ്റ്റാൻസ് ഉണ്ട്. അതിന്റെ അവസാനത്തെ 15ാമത്തെ പദ്യത്തിന്റെ തിരുമന്ത്രം അവസാനിപ്പിക്കുന്നുണ്ട്. ഗുരു ഇങ്ങനെ പറയുന്നത്:
എന്താ പറയുന്നത്? എൻ തകപ്പൻ വികൃതികൾ പറവാൻ ആദിശേഷന് മാമോ, അല്ലേ? ഉന്മാനില്ലാഞ്ഞിര പൊട്ടിയും ഒരു വടിയും കൊണ്ടു നീളെ നടക്കും പെൺമൈ പങ്കൻ കുടത്തിൻ കവിളു കവിയുമാറുള്ള കണ്ണും ചുമന്നും നിർമ്മാണം പോൽ ചിലപ്പോൾ അരികിൽ ഒരു കരിത്തോടുത്തും നടക്കും വന്മായം നിൻ തകപ്പൻ വികൃതികൾ പറവാൻ ആദിശേഷന് മാമോ. ചോദിക്കണല്ലേ, നിന്റെ പിതാവിനെ കുറെ വിശേഷണങ്ങളൊക്കെ ആദ്യം കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് സുബ്രഹ്മണ്യന്റെ അടുത്ത് പറയുകയാണ്, നിന്റെ പിതാവിന്റെ തകപ്പൻ എന്ന് പറഞ്ഞാല് തകർപ്പനല്ല, തകപ്പൻ എന്ന് പറഞ്ഞാൽ പിതാവ്, ഫാദർ എന്നുള്ളതാണ് അർത്ഥം. നിന്റെ പിതാവിന്റെ മഹിമകൾ പറയുവാൻ, ലീലാവിലാസങ്ങൾ പറയുവാൻ, അല്ലേ, ഈ കളികൾ, ഈ ലീലകളെ വർണ്ണിക്കുവാൻ 1000 നാവുള്ള അനന്തന് പോലും ആകുമോ. അപ്പോൾ അതേ ഞാൻ എല്ലായിടത്തും പറയും, ഒരു ധർമ്മസങ്കടത്തിലാണ് ഞാൻ. അതായത് 1000 നാവുള്ള അനന്തന് ശിവന്റെ മഹിമ പറയാൻ കഴിയില്ലെങ്കിൽ 1000 നാവുള്ള അനന്തൻ ആരെ മഹിമയും പറയാൻ കഴിയില്ല. മഹാഗുരുവിന്റെ മഹിമ പറയാൻ കഴിയില്ല. 1000 നാവുള്ള അനന്തശേഷൻ, ആദിശേഷന് പോലും ഗുരുവിന്റെ മഹാത്മ്യത്തെ വർണ്ണിക്കാൻ കഴിയില്ല എന്നിരിക്കല് ഈ ഒരു അല്പജീവിയായിട്ടുള്ള അറിവിന്റെ കാലത്തിൽ തുച്ഛനായിട്ടുള്ള പരിമിതമായ ജ്ഞാനത്തിന്റെ ഉറവിടമായ ഞാൻ ഗുരുവിനെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു സാഹസമാകാം, ഒരു അധിക പ്രസംഗമാകാം, അഹങ്കാരമാകാം. പക്ഷേ എന്റെ ഗുരുനാഥൻ ഇങ്ങനെ അമൂല്യമായ ചില കൃതികൾ രചിച്ചിട്ടുണ്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഉദ്യമം. കാര്യം ഒരുപാട് പേര് പറയുന്നു നമ്മുടെ ഗുരുവിന്റെ ദാർശനിക കൃതികൾ മാത്രമേ പഠിക്കാവൂ. ഒരിക്കലുമല്ല, പടിപടിയായിട്ടേ നമുക്ക് ഉയരാൻ കഴിയത്തുള്ളൂ. അതും ഗുരുവിന്റെ കവിത്വം ഏറ്റവും കൂടുതൽ തുറങ്ങി നിൽക്കുന്നത്, തത്തിക്കളിക്കുന്നത് ഗുരുദേവന്റെ സ്തോത്രകൃതികളിലാണ്. അത് പഠിക്കുന്ന ഏവർക്കും മനസ്സിലാവും. ഗുരുവിന്റെ സ്തോത്രകൃതികൾ വായിച്ചെടുക്കാൻ തന്നെ പാടാം. കാളി നാടകം പോലുള്ളതും നവമഞ്ചരിയും സുബ്രഹ്മണ്യന്റെ കൃതികളൊന്നും ഇവിടെ എടുത്ത് കാണാറില്ല. ബാഹുബലി അഷ്ടകം പോലുള്ള കൃതികൾ അതിലോടൊന്നും പോകുന്നില്ല. അതിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ചെല്ലാൻ ഇതാണ് താല്പര്യമുണ്ട്, സമയം അതിലോട്ടായിരിക്കും. ബാഹുബലി അഷ്ടകണക്ക് ഇത്രയും ബീജമന്ത്രാക്ഷരങ്ങൾ കൊണ്ട് ഗുരുദേവൻ അല്ലേ ഈ പ്രപഞ്ചത്തെ ഒന്നൊന്ന് ഓരിച്ചരിപ്പിക്കുന്നുണ്ട്. വൈബ്രേഷൻ അല്ലെ, ആ ഒരു ശബ്ദബ്രഹ്മം അല്ലെ അവിടെ ഉറപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ നാദബ്രഹ്മം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന മഹായോഗിയാണ് ഗുരുദേവൻ. കാര്യമെന്ന് പറയുന്നത് ഗുരുദേവൻ ആരാണ്? സാക്ഷാൽ പരമാത്മസ്വരൂപൻ, പരബ്രഹ്മസ്വരൂപൻ. അപ്പൊ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഒരു ഋഷിക്ക് കവിത്വം സ്വതവേ വന്നു ചേരുന്നതാണ്, അത് ആർജിച്ചെടുക്കുന്നതല്ല. എല്ലാ ശ്രേഷ്ഠരായ ഋഷിമാരും ആരാണ്? കവികളാണ്. പക്ഷെ എല്ലാ കവികളാരല്ല, ഋഷിമാര് അല്ല. അപ്പൊ അങ്ങനെയുള്ള കവീശ്വരന്മാരില് ഏറ്റവും ശ്രേഷ്ഠം തന്നെയാണ് നാരായണ ഗുരുസ്വാമി. അതുകൊണ്ട് ഗുരുവിനുണ്ടായ തന്റെ ആത്മാനുഭൂതിയെ അതിമനോഹരമായ ഭാഷയില് നമുക്ക് വേണ്ടി ഗുരു കൃതികളിലൂടെ പകർന്നു വന്നിരിക്കുകയാണ്. ആ മകരന്തം അല്ലെ, അത് ആസ്വദിക്കുവാനുള്ള, അമൃതം ഉണരുവാനുള്ള ഒരു അവസരം ഗുരു നമുക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? അന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. കാര്യം ശബ്ദം കൊണ്ട് നമുക്ക് സ്വാധീനിക്കാൻ പറ്റില്ല പ്രപഞ്ചത്തെ. നല്ല വാക്കുകൾക്ക് മനുഷ്യനെ എന്ത് ചെയ്യാൻ പറ്റും? ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന പോലെ തന്നെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്ത് കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതിന് ഒരുപാട് മുറിവേൽപ്പിക്കാനും കഴിയും. അപ്പൊ അതുപോലെയാണ് ശ്രേഷ്ഠമായ ആചാര്യന്മാരുടെ വാക്കുകൾ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ വാക്കുകൾക്ക് എന്തുണ്ട്? മന്ത്രത്തിന്റെ പവിത്രതയുണ്ട്. അതുകൊണ്ട് ഗുരുവിന്റെ ഓരോ കൃതിയുടെ ഓരോ പദ്യത്തെയും നമുക്ക് ജ്ഞാനവല്ലരി എന്ന് പറയാം, അല്ലെങ്കിൽ മന്ത്രം 1 മന്ത്രം 2 എന്ന് പറയാം. അത്രയ്ക്ക് പരിപാവനമാണ്. അത് ചൊല്ലാനായിട്ട് എന്റെ നാക്ക് അനങ്ങുന്നു അല്ലെ, എനിക്കത് പറയാനായിട്ടുള്ള ശേഷി ആ മഹാഗുരു തരുന്നു. അതുപോലെ അത് കേൾക്കാനുള്ള മനസ്സും അതിനുള്ള അർപ്പണവും അതിനുള്ള ശ്രദ്ധിക്കാൻ കഴിയുന്ന, കോൺസെൻട്രേറ്റ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു മനസ്സും അതിന് കർമ്മകുളം സജ്ജമാകുന്നതുമെല്ലാം ആരുടെ അനുഗ്രഹമാണ്? ആ ഗുരുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇവിടെ വരിക, ഗുരുവിനെ കുറിച്ച് പറയുക, ശ്രവിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. അതിക്കവിഞ്ഞ് നമുക്കൊരു ഗുരുപൂജയില്ല അല്ലെ, അതിക്കവിഞ്ഞ് ഒരു പുഷ്പാഞ്ജലി നമ്മൾ ഗുരുവിന് വേണ്ടി ചെയ്യേണ്ട, ഒരു ഗുരുദക്ഷിണയും സമർപ്പിക്കേണ്ട. എവിടെ ഗുരുവിന്റെ കൃതികളെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നുവോ അവിടെ സ്വാമിതൃപാദങ്ങളുടെ അനുഗ്രഹം, ആ നിറസാന്നിധ്യം, ആ തിരുസാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ നമുക്ക് എന്നറിയാലേ, നമ്മൾ നല്ല കൃതികൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവും. ഗുരുവിനെ കുറിച്ച് ജനറലായിട്ട് പറയുന്നതല്ല കാര്യം.
ഗുരുവിന്റെ കൃതികളിലോട്ട് ഇറങ്ങിച്ചെല്ലാം. അല്ലേ? നമ്മൾ പൊതുവായിട്ട് ഗുരുവിന്റെ ഓരോരോ തലം, ഗുരുവിലില്ലാത്ത തലമൊന്നുമില്ല. അതിൽ അത്ഭുതമില്ല. കാര്യം ഗുരു ആരാണ്? സാക്ഷാൽ പരബ്രഹ്മമാണ്. പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും കുറിച്ചല്ലേ അതിനെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള ആ മഹാഗുരുവിന് പല പല രൂപങ്ങൾ, പല പല ഭാവങ്ങൾ, പല പല റോളുകൾ ഉണ്ടെന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. ഗുരുവിന് ഒന്നും അപ്രാപ്യമല്ല. താൻ ചെയ്ത എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ, പൂർണ്ണത കൊണ്ടുവരാൻ കഴിഞ്ഞതാണ് ഗുരുവിന്റെ വിജയം. ഏത് ആംഗിളിൽ നോക്കിയാലും ഗുരുവിനെ വെല്ലാൻ കഴിയില്ല. അതാണ് ഞാൻ പറയുന്നത്. വിത്തൗട്ട് എൻ ഈക്വൽ എന്ന് പറയാൻ ഗുരുവേ ഉള്ളൂ. ഗുരുവിന് സമാനമായിട്ട് നമുക്ക് ആരെയും പറയാൻ കഴിയില്ല ഒരു മനുഷ്യന്. കാര്യം തൊട്ടതെല്ലാം എന്താക്കി? പൊന്നാക്കി. മിഡാസ് പറഞ്ഞ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മാജിക്, അതായിരുന്നു ഗുരു. ഇത്രയും പ്യുവറായിട്ടുള്ള, ആർക്കും ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയാത്ത, ഒരു സ്റ്റെയിൻ ഇല്ലാത്ത, ഒരു മാലിന്യമില്ലാത്ത, ഇത്രയും പ്യുവറായിട്ടുള്ള, ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ആചാര്യനല്ല ഗുരു, മഹാഗുരു ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട് ഗുരുവിനെ ജനിച്ചൊരു തത്വം ഇല്ല. ഗുണാതീതനാണ് ഗുരു, ത്രിഗുണാതീതനാണ് ഗുരു. അപ്പൊ അങ്ങനെയുള്ള ഗുരുവിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പാത കാണിക്കുക എന്ന് എന്റെ കുട്ടികളുടെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്, ഗുരുവിന്റെ കൃതികൾ നമ്മൾ എന്ത് ചെയ്യാൻ? പഠിക്കാനും പഠിപ്പിക്കാനും അറിയാനും അറിയിക്കാനും, അല്ലെ, ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാനുള്ള പ്രേരണ കൊടുക്കാനും നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ ഗുരുഭക്തരാകുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഡയറക്ടറോട് കടങ്ങാം. കാര്യം വളരെ വിഷമമുള്ള കാര്യമാണ്. വല്ലപ്പോഴും കൂടി നമ്മൾ ഇവിടെ തന്നെ ഇത്രയും ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നു. പക്ഷെ നമുക്ക് വല്ലപ്പോഴും കൂടി ഒരു ക്ലാസ് കൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കുട്ടികളിലോട്ടും ജനങ്ങളിലോട്ടും എത്തണമെങ്കിൽ റെഗുലർ ആയിട്ട് നമ്മൾ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 ക്ലാസ് വെച്ചെങ്കിലും നമ്മൾ ഓരോ യൂണിറ്റുകളിൽ SNDP ബോർഡുകളിലോ അല്ലെങ്കിൽ തൽപരരായിട്ടുള്ള ആളുകളുടെ വീട്ടിലോ കണ്ടക്ട് ചെയ്യണം. അതായത് ഗുരുവിന്റെ ഇത്രയധികം കൃതികൾ കിടക്കുകയാണ്. ഇതിനെ നമ്മൾ നേരെ പഠിപ്പിക്കണമെങ്കിൽ എത്ര വർഷം എടുത്താലും നടക്കില്ല. അപ്പൊ നമുക്കത് പഠിക്കണമെന്ന് തീവ്രമായിട്ടുള്ള, അല്ലെ, അഗമ്യമായൊരു താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ്സുകൾ നമ്മൾ വീക്കിലി ബേസിസിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 ക്ലാസ്സെങ്കിലും കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ റെഗുലറായിട്ട് നടക്കണം. അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇതിനെ കുറിച്ച് നമുക്ക് തരാൻ പറ്റൂ. അല്ലാതെ ഇന്നേന്ന പരിമിതമായ സമയത്ത് നമുക്കൊരു 4 5 ചെയ്യാൻ പറ്റൂ. പിന്നെ ഞാൻ എടുക്കുന്നത് കഴിവതും എന്റെ അറിവിന്റെ പരിധിയിൽ നിന്ന് മാക്സിമം എനിക്ക് തരാൻ നോക്കും. കാര്യം ഗുരുവിന്റെ കൃതികൾ എടുക്കുമ്പോൾ തിരുമന്ത്രങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. അപ്പൊ അതിൽ ചടങ്ങുകളെ ഓടിച്ചു വിടാൻ പറ്റത്തില്ല. നമുക്ക് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും നമ്മുടെ ആ അറിവിന്റെ തലത്തിൽ നിന്നുകൊണ്ട് സമയമെടുത്ത് തന്നെ അതിനെ വ്യാഖ്യാനിച്ചു പോകണം. അല്ലാതെ 1.5 മണിക്കൂറില് ഇത് അടിച്ചു തീർക്കണം എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. അത് ഗുരു നിന്ദയായി പോകും. അല്ലേ? ഗുരുവിനോട് കാണിക്കുന്ന നിന്ദയായി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് പഠിക്കണമെന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാൻ നോക്കണം. നിങ്ങൾ എവിടെ വെച്ചും, നിങ്ങളുടെ വീട്ടിൽ വെച്ചാവാം, 5 പേരെ സന്മനസ്സുള്ളവർ വിചാരിച്ചാല് നിങ്ങൾക്ക് എന്തിനെല്ലാം നിങ്ങൾ പൈസ ചെലവാക്കുന്നത്. പക്ഷെ ഒരു ക്ലാസ് പഠിക്കാനായിട്ടായിരിക്കും ചെയ്യുക. ഇതേ കണക്ക് നമ്മളെ വല്ലപ്പോഴും കൂടിയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് തന്നെ അറിയാം, ഒന്ന് നമുക്ക് പൂർണ്ണമായി കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. അതാദ്യം മനസ്സിലാക്കണം. അപ്പൊ അതൊന്ന് ജസ്റ്റ് പറഞ്ഞു. അതുകൊണ്ട് ഈ പരിമിതമായ സമയത്തിന് ഭഗവാന്റെ ആ ശ്രേഷ്ഠമായിട്ടുള്ള ആ കാവ്യതല്ലജം, അല്ലെ, ആ കാവ്യപ്രബന്ധം നമുക്ക് അല്പം തെളിമയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു പോകാനൊരു ശ്രമം നടത്താം. അത്രേ പറയുന്നുള്ളൂ. അപ്പൊ ഈ കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ, ഇത് ഗുരുദേവൻ നിങ്ങൾക്കറിയാം, രാവണനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്നത് സീതയെ അപഹരിച്ചു കൊണ്ടുപോയ, അല്ലെ, അധർമ്മിയായ രാവണനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ അറിയാവുന്നത്. പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള, അല്ലെ, വളരെ അറിവിന്റെ കാര്യത്തിൽ വളരെ മുന്നോട്ട് നിൽക്കുന്ന കേവനായിട്ടുള്ള, എല്ലാത്തിലും ഉപരി ശിവന്റെ പരാഭക്തനായിട്ടുള്ള രാവണനെ നിങ്ങൾക്ക് അത്ര അറിയില്ല. ശിവന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു രാവണൻ. അപ്പൊ രാവണൻ ശിവനെ സ്തുതിച്ചുകൊണ്ട് ഒരു സ്തോത്രം ചമച്ചിട്ടുണ്ട്, ശിവ താണ്ഡവ സ്തോത്രം. പല സിനിമകളിലൊക്കെ അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് വരാറുണ്ട് പല സിനിമകൾ. അപ്പൊ അതിൽ പറഞ്ഞാൽ ശബ്ദം ഉണ്ട്, അല്ലെ, ഇങ്ങനെ പറയത്തില്ല, ഇങ്ങനെ തിര, അടുത്തടുത്ത് തിരകൾ വരുന്ന കണക്ക് ഒന്നിന് പുറകെ ഒന്നായിട്ട് അതിശക്തമായിട്ട് അടിച്ചു വരുന്നതൊക്കെ ഇങ്ങനെ വാക്കുകളുടെ അനർഘ നിർഗള പ്രവാഹം ഒഴുക്കാൻ.
ഒരു വാക്ക് അവസാനിക്കുന്നതിന് അടുത്തത് തുടങ്ങിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലൈൻ അവസാനിക്കുന്നതിന് അടുത്തത് ആരംഭിക്കുക. അത്രയ്ക്ക് ചടുലഗതിയിലുള്ള പദപ്രയോഗം. അത് സംസ്കൃതത്തിലാണ് രാവണൻ രചിച്ചിരിക്കുന്നത്. അതിനെ പിന്നിലുള്ള ഒരു ചെറിയ കഥ അത് പറഞ്ഞതിലോട്ട് കയറാം. അതും പറയുന്നുണ്ട്. രാവണൻ അടുത്ത് നാരദ മഹാമുനി പറയുകയാണ്, നീ എന്ത് ചെയ്യുക, ശിവനെ നിന്റെ ലങ്കയിലോട്ട് കൊണ്ടുവന്നാൽ മഹാദേവൻ അല്ലെ കൈലാസനാഥൻ നിന്റെ കൂടൊപ്പം നിന്നാൽ, ദേവാദിദേവൻ നിന്നാൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും രാവണനാണെങ്കിൽ തന്റെ അഹങ്കാരത്തിന് ഒരു ഹോട്ടലിനെ വെച്ചുകൊണ്ട് അഹങ്കാരം വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, അവിടെ കൈലാസത്തിൽ ചെന്നോ ഒരു കാര്യം ചെയ്യാം, പുള്ളിയെ ഫാമിലിയോട് കൂടെ പൊക്കാന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, കൈലാസം തന്നെ എടുത്തു പോക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് എന്തുണ്ടായി, ഭഗവാൻ തന്റെ പിരിവിരൽ കൊണ്ട് അതിനെ അമർത്തുകയും രാവണനെ അടിയപ്പെട്ടു. ചിലവർ പറയുന്നത് പാതാളത്തിൽ കൊണ്ടുപോയി. കഥകളിൽ പല പല രൂപഭേദങ്ങൾ വരാറുണ്ട്. എങ്കിലും രാവണന്റെ അടിയിൽ അകപ്പെടുകയാണ്. അപ്പൊ എത്രയോ ദിവസം ആ വേദന സഹിച്ച് രാവണൻ ശിവനെ സ്തുതിക്കുന്നു. അവസാനം ഒരു പ്രദോഷ ദിനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രേഷ്ഠമായ ശിവനെ ആരാധിക്കാൻ പറ്റിയിട്ടുള്ള അല്ലെ, ശിവനെ പൂജിക്കാൻ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ആ വേളയില് എന്ത് ചെയ്യുന്നു, തന്റെ ഉള്ളിൽ നിന്നും ഭക്തി നിർഭരമായി ഒഴുകി വരികയാണ് ഈ ശിവ താണ്ഡവ സ്തോത്രം. അത് കേട്ട് ശിവൻ എന്ത് ചെയ്യാണ്, തൃപ്തനായി അനുഗ്രഹങ്ങളെ വാരി കോരി കൊടുക്കുന്ന ഒരവസ്ഥയത് കാണുന്നത്. അപ്പൊ ആ ചടുലഗതിയിലുള്ള മനസ്സിലായിട്ടോ ഇങ്ങനെ പറഞ്ഞാ പോകുന്നത് മനസ്സിലായി. ആ ഒരു ശബ്ദമില്ല ഇങ്ങനെ നമ്മൾ അതിലോട്ട് പോയ സമയം ഇങ്ങനെ പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പദങ്ങളിട്ടങ്ങ് കളിക്കും മനസ്സിലായി. അപ്പൊ അതാണ് നമ്മള് അതേ താളലയം അതിനെ അതിവർത്തിക്കുന്ന രീതിയിൽ മലയാളത്തിൽ ഗുരുദേവൻ എന്ത് ചെയ്തു, നമ്മൾ ഈ പറയുന്ന സദാശിവ ദർശനത്തിൽ കൊണ്ടുവന്നു. രാവണൻ സംസ്കൃതത്തിലാണ്, പഠിച്ചാൽ കൊള്ളാത്ത സംസ്കൃതത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, രചിച്ചിരിക്കുന്നത്. അതിനേക്കാളും ഈ പറയുന്ന പദപ്രയോഗവും അതിന്റെ അർത്ഥ ഗാംഭീര്യത കൊണ്ടും അല്ലെ, അതിന്റെ ഭാവ മുഷ്കില്യം കൊണ്ടും അല്ലെ, എല്ലാം കൊണ്ടും ഏതിനേക്കാളും മുന്നിട്ട് നിൽക്കുകയാണ്. ഈ ശിവതാണ്ഡവ സ്തോത്രത്തെക്കാളും മലയാളത്തിൽ രചിച്ച ഗുരുവിന്റെ കൃതി മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു കൃതിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് അതിലോട്ട് സമയം കളയേണ്ട, നേരിട്ട് നമുക്ക് കൃതിയുടെ അതിന്റെ മധുരമയിലൊക്കെ ഗുരുവിന്റെ അനുഭവത്തിൽ. അപ്പൊ ഓർത്തോണം, ഇതെല്ലാം ഗുരുവിന്റെ എല്ലാ കൃതികളും ഗുരുവിന്റെ അനുഭവ തലത്തിൽ നിന്നും അല്ലെ, ആ അനുഭൂതിയിൽ നിന്നും ഉത്ഭൂതമായിട്ടുള്ള അനശ്വര വാങ്മയങ്ങളാണ് എല്ലാ ഗുരുദേവന്റെ കൃതികളും. അപ്പൊ ആ അനുഭൂതിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഗുരു അനുഭവിച്ച ആ ശ്രേഷ്ഠമായ അവസ്ഥയുടെ കുറച്ച് ഒരു കോടിയുടെ അംശങ്ങൾ എന്ത് ചെയ്യും, നമുക്കും അനുഭവിക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ചില കൃതികൾ ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലോട്ട് അത് ഇറങ്ങി വരും അല്ലെ. നമ്മൾ അറിയാതെ ഒരു ഭാവം നമ്മളിൽ ഉണ്ടാകും. നമ്മൾ അറിയാതെ നമ്മൾ ആ ഭഗവാന്റെ സ്വരൂപം കാണും. അപ്പൊ ആ തലത്തിലാണ് ഗുരു ചമച്ചിരിക്കുന്നത്. അപ്പൊ ആ അനുഭൂതിയെ ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മള് ഇതിനെ സമീപിക്കുക. അതായത് സാധാരണ ഒരു പദ്ധതി കണക്കോ ആ രീതിയിൽ ഇരിക്കരുത്. ഗുരുവിന്റെ അനുഭൂതിയാണ്. ആ അനുഭൂതിയുടെ ഒരു കോടിയിലൊരു അംശമെങ്കിലും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യം അവാങ്മനസ്യമായിട്ടുള്ള ആത്മബോധം അല്ലെ, ആ ഉണ്ടായ പരമാത്മബോധം അല്ലെ. നമ്മൾ അതിനാണ് ഈ ആത്മജ്ഞാനം അല്ലെ, അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്ന പരമ്പൊരുളിനെ അറിഞ്ഞ ആ അനുഭൂതിയാണ് നമ്മൾ അവാങ്മനസ്യം എന്ന് പറയും. കാര്യം വാക്കിലും മനസ്സിലോ വാക്കിലോ ഒന്നും അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പ്രസ് ചെയ്യാൻ, അതിനെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിയില്ല അല്ലെ. വാക്കുകളും എല്ലാം എന്താണ് അവിടെ പരാജയപ്പെട്ടു പോയത്, അവരുണ്ടായ അനുഭൂതിയെ അറിയിക്കാൻ പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. അപ്പൊ ആ അവസ്ഥ മനസ്സിലല്ലേ, ആ അവസ്ഥയെ പോലും ഗുരു എന്ത് ചെയ്യുന്നു, അതിമനോഹരമായിട്ട് നമുക്കൊരു പിക്ചർ നിനക്ക് വരച്ചു തന്നിരിക്കുകയാണ് കാരുണ്യം കൊണ്ട്. അവിടെയാണ് ഗുരുവിന്റെ മഹത്വം മനസ്സിലല്ലേ. ഗുരു എല്ലാവരും പരാജയപ്പെടുന്ന അവിടെ എന്ത് ചെയ്തു, പൂർണ്ണമായി വിജയിച്ചിരിക്കുകയാണ്. സുവ്യക്തമായിട്ടുള്ള ചിത്രമാണ് ഗുരുദേവന്റെ കൃതികളില് ആത്മജ്ഞാനത്തെ കുറിച്ച് നമുക്ക് ലഭിക്കുന്നത് അല്ലെ, ഒരു ജ്ഞാനിയുടെ യഥാർത്ഥ അവസ്ഥയെ കുറിച്ച്. അപ്പൊ അതെപ്പോഴും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഗുരുവിന്റെ കൃതികളെ സമീപിക്കാൻ. നമുക്ക് നേരിട്ട് കടക്കാം. ഇന്ന് നമ്മള് പഠിക്കാൻ പോകുന്നത് ഗുരുവിന്റെ സദാശിവ ദർശനമാണ്.
അപ്പൊ ആദ്യം ഇതിന്റെ ടൈറ്റിലിന്റെ അല്ലെ ശീർഷകത്തിന്റെ പ്രാധാന്യം നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? സദാ ശിവ ദർശനം അല്ലെ, പേര് തന്നെ ഉണ്ട് അല്ലെ, സദാ എല്ലായ്പ്പോഴും അല്ലെ, ഓൾവേസ് എന്നുള്ളതാണ്, ഓൾ ദ ടൈം, എല്ലായ്പ്പോഴും. എന്താണ് ശിവൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഓസ്പിഷ്യസ് ഓൺ, മംഗളകാരി. നമ്മുടെ ജീവിതത്തിൽ മംഗളകരമായതിനെല്ലാം സംഭവിപ്പിക്കുന്നത് ആരുടെ സ്വാധീനത്താലാണ്? കരുണാമയനായിട്ടുള്ള ദയാസിന്ധുവായിട്ടുള്ള ശിവ പെരുമാന്റെ അനുഗ്രഹത്താലാണ്. അപ്പോ സദാ ശിവ ദർശനം, എല്ലായ്പ്പോഴും മംഗളസ്വരൂപിയായിട്ടുള്ള ആ പരമാത്മാവിന്റെ ദർശനം എനിക്ക് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ സത്ത, അതിന്റെ എസൻസ് എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ സദാ ശിവ ദർശനം, എല്ലായ്പ്പോഴും മംഗളകാരിയായ ശിവന്റെ ദർശനം തന്ന് എന്നെ ഉയർത്തേണമേ അല്ലെ, എന്റെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യണമേ അല്ലെ, എന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ആത്മാനുഭൂതിയിലേക്ക് നയിക്കണമേ. അതാണ് അതിന്റെ പേര് തന്നെ. അപ്പൊ ഇതിലെന്ന് പറയുന്നത് നമ്മള് 10 പദ്യങ്ങളാണുള്ളത് അല്ലെ. നമ്മളെ 10 പദ്യങ്ങളുണ്ട്. ഒരു ദശകമാണ് അല്ലെ. ദശകം എന്ന് പറഞ്ഞാൽ ഏതല്ലേ? 10 ദൈവദശകം. അപ്പൊ ഒരു ദശകമാണ്. അപ്പൊ ഇതില് നമ്മള് ശിവനെ തന്നെ നമുക്ക് ഓരോ മൂർത്തികള്, അതായത് ഗുരു തന്നെ പറയുന്നുണ്ട്, ഏത് മൂർത്തിയെ നമ്മൾ ആരാധിച്ചാലും അത് ആരുടെ പ്രതീകമാണ്? പരമാത്മാവിന് അല്ലെ. നമുക്കിഷ്ടമുള്ള ഒരു രൂപത്തെ നമ്മൾ എടുക്കുന്നു, പക്ഷെ നമ്മളുടെ ആ രൂപത്തിലും നമ്മൾ ആരെയാണ് കാണാൻ ശ്രമിക്കുന്നത്? നമ്മുടെ പൂജകളെല്ലാം ചെന്നെത്തുന്നത് എവിടെയാണ്? പരമാത്മാവിൽ തന്നെയാണ്. കാര്യം ഏകമായിട്ടുള്ള സത്യം അല്ലെ, ആദ്യമധ്യാന്തങ്ങളില്ലാത്ത ആ നിർഗുണ പരബ്രഹ്മം. ആ പരബ്രഹ്മത്തിലാണ് നമ്മൾ അർപ്പിക്കുന്ന ഏത് പുഷ്പങ്ങളിൽ ചെന്ന് എത്തുന്നത്. പക്ഷെ നമുക്ക് എന്തുണ്ട്? നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച്, നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച്, നമ്മുടെ അല്ലെ വികാരങ്ങൾക്ക് അനുസൃതമായി, ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു യോഗ്യനായിട്ടുള്ള ഒരു മൂർത്തിയെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അതിനുവേണ്ടി ചിന്തിച്ച് പാടുപെടേണ്ട ആവശ്യമില്ല. നമുക്ക് ആരുണ്ട്? നമുക്ക് സ്വാമി തൃപ്പാദങ്ങൾ തന്നെ ഉണ്ട് അല്ലെ. നാരായണ സ്വാമി തൃപ്പാദങ്ങൾ, ശ്രീനാരായണ സ്വാമി തൃപ്പാദങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു മൂർത്തിയെ തേടി അലയേണ്ട ആവശ്യം നമുക്കില്ല. നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണ്. കാര്യം നമുക്കൊരു സംശയത്തിന്റെ ആവശ്യമുണ്ടോ? ഇതിനെ ജയിച്ചൊരു ദൈവം നമുക്ക് വേറെ കിട്ടാൻ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഗുരു ഇതിൽ പറയുന്നതാണ് ആ ശിവന്റെ ഒരു ശിവൻ എന്ന് പറയുമ്പോൾ മംഗളകാരിയെ നമ്മൾ സാധാരണ കാണുന്ന മഹാദേവൻ എന്നൊരു സെൻസിലും എടുക്കാം. നമ്മൾ സാധാരണ ത്രിമൂർത്തി സങ്കല്പിച്ച ട്രിനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ത്രിമൂർത്തിയുള്ള ഒരു ആ സങ്കല്പം അല്ലെ, ആ ഭഗവാൻ അല്ലെ, സൃഷ്ടി സ്ഥിതി സംഹാരം, അതിലെ സംഹാരത്തിന്റെ ഇതിലായിട്ട് നിൽക്കുന്ന ഭഗവാൻ, അതെടുക്കാം. പക്ഷെ അതിനുപരി എന്ത് കാണുന്നതാണ് നല്ലത്? ആ പരമാത്മ അല്ലെ, ഏതാണ്? സച്ചിത് ആനന്ദ സ്വരൂപൻ, സച്ചിദാനന്ദ സ്വരൂപനായി നിലയുറപ്പിച്ചിരിക്കുന്ന ആ പരമാത്മാവിനെ തന്നെയാണ് നമ്മൾ ഇതിലും കാണേണ്ടത്. ഗുരുവിന്റെ എല്ലാ കൃതികളിലും വേദാന്തത്തിന്റെ സാരം നമുക്ക് കാണാം. അതിനെ മാറ്റി ഗുരുവിന്റെ ഒരു കൃതിയും നമുക്ക് പഠിക്കാൻ കഴിയില്ല. ഏത് കൃതി എടുത്താലും അതിലെന്ത് കാണും? ബാഹ്യമായ ഒരു ദേവതയെ ഗുരു ആരാധിക്കാൻ പഠിപ്പിക്കുമ്പോഴും അതിന്റെ അകത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഏതിനെ തന്നെയാണ് അത് കാണിക്കുന്നത്? ആ ഏകമായിട്ടുള്ള അസത് വസ്തുവിനെ തന്നെയാണ് കാണിക്കുന്നത്. ആ ബ്രഹ്മത്തെ തന്നെയാണ്, ആ പരമ്പൊരുളിനെ തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെയും നമുക്കത് കാണാം. ഇത് ചൊല്ലാൻ തന്നെ ഒരു ശ്രമമാണ് ഗുരുനാഥൻ ഇങ്ങനെ എഴുതിയെന്ന് കാണിക്കാനുള്ള ഒരു ത്വര കൊണ്ട്. അപ്പൊ ഒന്ന് ശ്രമിക്കാം. മണം തുടങ്ങിയെണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെയറ്റിണങ്ങി നിൽക്കും ഉൾക്കുരുന്നൊഴുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമടക്കുടത്തിലങ്ങും ഇങ്ങും ഇന്നിണങ്ങൾ അങ്ങും ഇങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. ഇവര് പറയുന്നത് എന്ത് രസമായിട്ടാ ഈ വാക്കുകളുടെ പത്രങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ അല്ലെ മത്സരിച്ചിരിക്കുകയാണ് അല്ലെ. മണം തുടങ്ങി മണ്ണിലെണ്ണുമെണ്ണമൊക്കെയറ്റിണങ്ങി നിൽക്കും ഉൾക്കുരുന്നുരുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമടക്കുടത്തിലന്നു ഇന്നു ഇന്നിണങ്ങളങ്ങുമിങ്ങുമില്ല നല്ല മംഗളം. പ്രയോഗം കണ്ട അങ്ങും ഇങ്ങും എങ്ങും ഗുരുവിന് മാത്രമേ അതൊക്കെ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അത് മനസ്സിലായി. നമുക്ക് ഓരോ പദങ്ങൾ നമുക്കൊന്ന് തിരിച്ചു നോക്കാം അല്ലെ. മണം തുടങ്ങി മണ്ണിൽ എണ്ണും എണ്ണ അല്ലെ. മണം തുടങ്ങി മണ്ണിൽ എണ്ണും എണ്ണ ഒക്കെ അറ്റ് ഇണങ്ങി നിൽക്കും
ഉൾക്കുരുന്നുരുക്കി നെക്കി നക്കിടും. അല്ലെ, ഉൾക്കുരുന്ന് ഉരുക്കി നെക്കി നക്കിടും. ഗുണം നിറഞ്ഞ കോമള കുടത്തില് അന്നും ഇന്നും ഈ നിണങ്ങൾ അങ്ങും ഇങ്ങും എങ്ങുമില്ല നല്ല മംഗളം. ഇങ്ങനെ ആർക്ക് എഴുതാൻ കഴിയും സ്വാതന്ത്ര്യപ്രവർത്തകരെല്ലാം? ഇങ്ങനെ പിരിക്കുമ്പോ തന്നെ എളുപ്പമായല്ലേ? നമുക്ക് ഓരോ പദങ്ങൾ നോക്കാം. മണം തുടങ്ങി എണ്ണി, അല്ലേ? മണം തുടങ്ങി എണ്ണി. മണം എന്ന് പറയുന്നത് ഗന്ധം, വാസന എടുക്കാനുള്ള കഴിവ്. ആരുടെ കഴിവാണ്? മൂക്കിന്റെ കഴിവാണ്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഓരോന്നിനും ഓരോ കഴിവുണ്ട്, അല്ലെ? നമ്മൾ കണ്ണുകൊണ്ട് എന്ത് ചെയ്യുന്നു? കാണുന്നു. മൂക്കുകൊണ്ട് മണക്കുന്നു. ചെവി കൊണ്ട് കേൾക്കുന്നു. തൊക്കുകൊണ്ട് സ്പർശനം അറിയുന്നു. നാവുകൊണ്ട് നമ്മൾ രുചിക്കുന്നു. പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഓരോ ധർമ്മമുണ്ട്. അപ്പൊ അതിൽ ഏത് ധർമ്മമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്? മൂക്കിന്റെ ധർമ്മമാണ് എടുത്ത് പറയുന്നത്, അല്ലെ? മണം തുടങ്ങി. ഏതൊക്കെ എടുത്തോണം? ബാക്കി എല്ലാ കണക്കിലെടുത്തോണം. എല്ലാ ഇന്ദ്രിയങ്ങൾ വഴിയും അനുഭവിക്കുന്ന വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾക്ക് ഹേതുവായിട്ടുള്ള വസ്തുക്കൾ, അല്ലെ? ഇന്ദ്രിയങ്ങൾ നുണയുന്ന വിഷയങ്ങൾ. അപ്പൊ അതാണ് പറയുന്നത് മണം തുടങ്ങി എണ്ണി, അല്ലെ? മണം തുടങ്ങി എണ്ണി ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം എന്നീ തലങ്ങളിൽ നമ്മൾ എണ്ണുന്ന, ഇവിടെ എഴുതുന്നത് അറിയുന്ന, അനുഭവിക്കുന്ന എണ്ണി, അല്ലെ? അതാണ് പറയുന്നത് മണം തുടങ്ങി എണ്ണി. എവിടെ? മണ്ണിൽ ഉണ്ണും എണ്ണം ഒക്കെ. മണ്ണിൽ ഉണ്ണുന്ന ഈ പാലിൽ, അല്ലെ? മണ്ണിലാകുമ്പോൾ എന്താണ്? ഈ ഭൂമിയില് നമ്മൾ ഉണ്ണുന്ന, ഇവരുടെ പദങ്ങളുടെ ലാളിത്യമാണ്, അല്ലെ? ഉണ്ണുന്ന, കഴിക്കുക, അല്ലെ? നമ്മള് മണ്ണിൽ, ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന, കഴിക്കുന്ന, അനുഭവിക്കുന്ന, അല്ലെ? എന്താണ്? മണ്ണിൽ ഉണ്ണും എണ്ണം. അവിടെ എണ്ണം എന്താണ്? വിഷയങ്ങൾ. എണ്ണമറ്റ വിഷയങ്ങൾ തന്നെയാണുള്ളത്, അല്ലെ? ഓരോ ഇന്ദ്രിയങ്ങൾ പ്രതിയും വിഷയങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇന്ദ്രിയ ഗോചരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും എന്നാണ് ഗുരു ഇത്രയും പറയുന്നത്. അപ്പൊ അത് ഒരു വാക്ക് പോലും വിടാതെ ഗുരുവിന്റെ പറയണമെന്നുള്ള അത് ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ രീതി പറഞ്ഞു പോകുന്നത്. കാര്യം ഗുരുവിന്റെ കൂടെ എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൂറ് പുലർത്തി എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഭഗവാൻ ഒരു വാക്ക് പോലും, അല്ലെ? അല്ലെങ്കിൽ ഒരു ലെറ്റർ പോലും, ഒരു അക്ഷരം പോലും അനാവശ്യമായിട്ട് ഉപയോഗിക്കത്തില്ല, അല്ലെ? അളന്ന് തൂക്കി മാത്രമേ ഭഗവാൻ എന്ത് ചെയ്യൂ? ഉപയോഗിക്കാറുള്ളൂ. നമ്മൾ പറയും ബ്രെവിറ്റി ഈസ് ദ സോൾ ഓഫ് ഇറ്റ് എന്ന് പറയും. ഏറ്റവും കൺസൈസ് ആയിട്ട്, സംക്ഷിപ്തമായിട്ട് പറയുന്ന ആളാണ് ഏറ്റവും കഴിവുള്ള. അങ്ങനെ പറയുന്ന ഒരു മഹാത്മാവായിരുന്നു ഗുരുനാഥൻ. അപ്പൊ അത് ഓർത്തോണം. മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണും എണ്ണമൊക്കെ. അപ്പൊ എന്തായി? ഗന്ധം, അല്ലെ? രൂപം, സ്പർശം ആദിയായി നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ ഈ ഭൂമിയിൽ അനുഭവിച്ചറിയുന്ന വിഷയങ്ങളെല്ലാം. ക്ലിയർ ആയില്ലേ? ആ ലൈനിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അതായത് ഇന്ദ്രിയ ഗോചരമായിട്ട് നമ്മള് അനുഭവിച്ചറിയുന്ന വ്യത്യസ്തമായ വിഷയങ്ങൾ എല്ലാം എന്ത് ചെയ്യണം? ഒക്കെ അച്ച്. ഇതെല്ലാം എന്താവണം? എന്ത് ക്ലിയർ ആയിട്ടാണ് പറയുന്നത്? ഇതെല്ലാം എന്ത് ചെയ്യണം? അച്ച്. സാധാരണ പദം ഉപയോഗിച്ചിരിക്കുന്ന അറ്റ് പോകുക, അല്ലെ? അത് ഇല്ലാതാകുക, അതിൽ നിന്ന് നമ്മൾ വേർപെട്ട് മാറുക, അല്ലെ? എന്ത് ചെയ്യണം? ഇന്ദ്രിയ ഗോചരമായ എല്ലാ വിഷയങ്ങളും അറ്റ് അവസാനിച്ച് എന്താ പറയുന്നത്? അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? ഇണങ്ങി നിൽക്കും ഉൾക്കുരുന്ന്. ഇതെല്ലാം ഇന്ദ്രിയങ്ങളെ നമ്മൾ സംയമനം ചെയ്യാൻ പഠിക്കുമ്പോൾ, ഇന്ദ്രിയങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്തുണ്ടാകും? നമ്മുടെ മനസ്സിന്റെയും ഭഗവാനിൽ അർപ്പിതമാകും. നമ്മുടെ ഇഷ്ട ദേവതാ സ്വരൂപത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? മനസ്സിനെ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയും, അല്ലെ? നമ്മൾ അതിനെ ഒരു വസ്തുവിലോട്ട് നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് അതിലോട്ട് ആഴ്ന്നിറങ്ങാനായിട്ട് കഴിയും. അതിൽ പൂർണ്ണ ശ്രദ്ധ പതിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഇന്ദ്രിയങ്ങളെ നമ്മൾ നിഗ്രഹിക്കുമ്പോൾ ഉൾക്കുരുന്നുരുക്കി, അല്ലെ? ഉൾക്കുരുന്ന്. അപ്പൊ നമ്മുടെ മനസ്സെന്താ? ഉൾക്കുരുന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്. അപ്പൊ ഈശ്വരാർപ്പിതമായിട്ടുള്ള നമ്മുടെ ആ ശുദ്ധമായ മനസ്സ് അതിനെന്താണ്? ഉരുക്കി. അല്ല, ഉരുക്കുക എന്താണ്? അതിനെ അലിയിപ്പിച്ച്, അതിനെ പ്യുവറാക്കി, അല്ലെ? അതിലുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കി ആ ശുദ്ധമായ ഉരുക്കി നെക്കി നക്കിടും. അതാ ഗുരുവിന്റെ പദങ്ങൾ നോക്കുക. നെക്കി നക്കിടും, അല്ലെ?
ഈ നെക്കി നക്കിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ തന്നെ ഒരു മാങ്ങ, പണ്ടൊക്കെ നമ്മൾ ഈ പറയുമ്പോൾ നാട്ടുമാങ്ങ ഉണ്ട് അല്ലേ? നാട്ടുമാങ്ങ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? നല്ല പഴുത്ത് കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന് അതിനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് നല്ലവണ്ണം ഒന്ന് അല്ലേ പ്രസ് ചെയ്തൊക്കെ നാക്കിയിട്ട് എന്ത് ചെയ്യും? അത് ചെറുതായിട്ട് കടിച്ചിട്ട് എന്ത് ചെയ്യും? അല്പാൽപ്പം നെക്കി വിജിച്ച് ഇറക്കുകയാണ് അല്ലെ? ആർത്തിയോടുകൂടി വിഴുങ്ങയല്ല, നമ്മൾ ഉത്സവം എന്ന് പറയും ആർത്തിയോടുകൂടി അല്ലെ, വളരെ വിപ്രാളത്തോടുകൂടി കഴിക്കുന്ന ഒരു പ്രോസസ്. അതല്ല, വളരെ രസിച്ച് സാവധാനം അതിന്റെ ചാറ് ഇങ്ങനെ ആസ്വദിച്ച്. അതേ കണക്ക് നിങ്ങൾക്ക് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ അരവണം കൊണ്ട് തരും അല്ലെ? അരവണം തന്നോടെ നമ്മൾ പായസം കുടിക്കുന്നത് കിട്ടിത്തന്നെ വിഴുകയാണ്. അപ്പൊ അതൊക്കെ സ്പൂണിൽ എന്ത് ചെയ്യും? കയ്യിലോട്ട് ഇട്ടിട്ട് അൽപ്പച്ച് നാക്കുകൊണ്ടിട്ട് ഇങ്ങനെ നുണഞ്ഞ് രസിച്ചാണ്. അപ്പൊ അതാണ് പറയുന്നത്, എന്താണ് നെക്കി നക്കിടുക എന്നുള്ള വലിയൊരു സിമ്പിളായ കുറച്ചുകൂടെ വലിയ കാര്യമാണ് പറയുന്നത്. അല്പാൽപമായി തന്നിലോട്ട് ചേർക്കുന്ന അല്പാൽപ്പം വളരെ സന്തോഷത്തോടുകൂടി തൃപ്തിയോടുകൂടി തന്നിലോട്ട് ചേർത്തു നിർത്തുന്ന ഗുണം നിറഞ്ഞ കോമളക്കുടത്തില്. അങ്ങനെ ചേർത്തിരുന്നത് ആരാണ്? നമ്മളെ ഭഗവാൻ. അതാണ് ഗുണം നിറഞ്ഞ കോമളക്കുടം. എല്ലാ ഗുണങ്ങളുടെയും വിളനിലമായിട്ടുള്ള കോമളക്കുടം. ഭഗവാനെ സ്വാമിപാദങ്ങൾ വിശേഷിക്കുന്നതാ കോമളക്കുടം. ഇങ്ങനത്തെ കുടമാണ് അതിമനോഹരമായ അല്ലെ, നയനാഭിരാമമായ കമനീയമായിട്ടുള്ള ആരെയും ആകർഷിക്കുന്ന അത്രയ്ക്ക് ശ്രേഷ്ഠമായ രൂപലാവണ്യത്തോടു കൂടിയ ഏത് കോമളക്കുടം എന്നാണ്. കോമളക്കുടം എല്ലാ ഗുണങ്ങളുടെയും ഈച്ചിലമായ വിളനിലമായിട്ടുള്ള കോമളക്കുടം അല്ലെ. അന്നും ആ കോമളക്കുടത്തിനെ കുറിച്ച് എന്താ പറയുന്നത്? അന്നും ഇന്നും അല്ലെ, ഒരു കാലത്തും അന്നുമില്ല ഇന്നുമില്ല എന്നുള്ള എന്താണ്? ഒരു കാലത്തുമില്ല. പിന്നെന്താ പറയുന്നത്? നിണങ്ങൾ ഏതില്ല? നിണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തമാണ് അല്ലെ. ഇപ്പൊ രക്തക്കറ പുരണ്ട എന്ന് പറയത്തില്ലേ നമ്മൾ അല്ലെ? അവന്റെ കൈ രക്തക്കറ പുരണ്ടതാണ്. എപ്പോഴും എന്താണ്? സ്റ്റെയിൻ ആണ്, ഒരു നെഗറ്റീവ് മാർക്കാണ് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, ഒരു കളങ്കമാണ്. അപ്പൊ ഭഗവാന്റെ സ്വരൂപത്തിൽ എന്തില്ല? നിണങ്ങളില്ല. ആ കോമളക്കുടത്തിൽ അന്നും ഇന്നും ഒരു കാലത്തും ഒരു അമംഗളകരമായതുമില്ല, ഒരു കളങ്കവുമില്ല. പിന്നെ എന്താ പറയുന്നത്? അങ്ങും ഇങ്ങും എങ്ങുമില്ല, അവിടെയുമില്ല ഇവിടെയുമില്ല ഇവിടെയുമില്ല, ഒരു കാലത്തുമില്ല അല്ലെ, ഒരു തലത്തിലുമില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ് അല്ലെ. അന്നുമില്ല ഇന്നുമില്ല. അപ്പൊ അങ്ങും ഇങ്ങും എങ്ങും ഒരിടത്തും കാണാനില്ല ഏത്? അമംഗളകരമായിട്ടുള്ള യാതൊന്നും അല്ലെ. എന്നിട്ട് പറയാണ് നല്ല മംഗളം. ഇവരുടെ പ്രയോഗങ്ങളാണ്. പിന്നെ ഏത് മാത്രമേ ഉള്ളൂ? എല്ലാം മംഗളകരമായതേ ഉള്ളൂ. ആ കോമളക്കുടം ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള കളയബലത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതില് യാതൊരുവിധ കളങ്കവുമില്ല. അന്നും ഇന്നും അല്ലേ, എപ്പോഴും എക്കാലവും എല്ലായിടത്തും ഏത് മാത്രമേ ഉള്ളൂ? മംഗളം മാത്രമേ ഉള്ളൂ. ക്ലിയറല്ലേ? അതാണ് പറയുന്നത്, മണം തുടങ്ങി എണ്ണി മണ്ണിൽ ഉണ്ണും എണ്ണമൊക്കെ അച്ച് ഇണങ്ങി നിൽക്കും ഉൾക്കുരുന്ന് ഉരുക്കി നെക്കി നക്കിടും അല്ലെ. ഗുണം നിറഞ്ഞ കോമളക്കുടത്തില് അന്നും ഇന്നും അല്ലെ, അന്നും ഇന്നും എങ്ങും അല്ലെ, ഒരിക്കലും എന്തില്ല? നിണങ്ങളില്ല എന്നാ പറയുന്നത്. ഏതില്ല? കളങ്കമൊന്നുമില്ല. ഏത് മാത്രമേ ഉള്ളൂ? നല്ല മംഗളം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മള് ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെ പായുന്ന നമ്മുടെ ആ അവസ്ഥയെ നിയന്ത്രിച്ച്, അതായത് പൂർണ്ണമായി ഇന്ദ്രിയ നിഗ്രഹം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് സംശുദ്ധമായി തീരുകയും ഭഗവാനിലോട്ട് അർപ്പിതമായി തീരുകയും ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെ അർപ്പിതമായി തീരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഭഗവാൻ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മളെ അല്പാൽപമായി ആത്മാനുഭൂതിയുടെ തലത്തിലോട്ട് നമ്മ എന്ത് ചെയ്യും? അതായത് തന്നിലോട്ട് ആർക്കാണ് തരാൻ കഴിയുന്നത്? സദാശിവനായ ആ പരമാത്മ സ്വരൂപിനെ കഴിയും. അപ്പോൾ എന്ത് ചെയ്യും? ആ ശുദ്ധമായിട്ടുള്ള ആ മനസ്സോടുകൂടി ഇരിക്കുന്ന നമ്മെ അല്പാൽപമായി തന്നിലോട്ട് ചേർക്കുന്ന ആ ഭഗവാന്റെ മംഗള സ്വരൂപത്തില് ഒരു കാലത്തും ഒരിടത്തും അമംഗളമായി യാതൊന്നുമില്ല. ഭഗവാൻ സാക്ഷാൽ ശിവൻ എന്ന പേരിനെ അനർത്ഥമാക്കുന്ന തരത്തിൽ മംഗളസ്വരൂപി തന്നെയാണ്. അല്ലെ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഏതെങ്കിലും വാക്ക് സംശയമാണോ? ഇല്ലല്ലോ. ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ നോക്കണം. അല്ലാതെ ചുമ്മാ നമ്മള് ഒരു സ്റ്റാൻസ് എടുത്ത്, ഒരു തിരുമന്ത്രം എടുത്ത്, ഒരു ജ്ഞാനവല്ലരി എടുത്ത് അതിന്റെ ജനറൽ അടിച്ചിട്ട് പോകുന്നത് അത് ഗുരുവിനോടെ കാണിക്കുന്ന നിന്നയാണ്.
നമ്മൾ പഠിക്കുന്ന 2 ലൈനാണ് എന്ത് ചെയ്യാം, ആഴത്തിലോട്ട് മനസ്സിലാക്കി പോവാം. കാരണം നമ്മൾ ഇത്രയും പഠിച്ചിട്ടും എനിക്കും കൃതികളൊന്നും അറിഞ്ഞൂടാ, ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഈ ഒരു നിശ്ചയം എടുത്തിട്ടുണ്ട്, എടുക്കുന്ന കാര്യത്തില് ആ 4 വരി ആരും എനിക്ക് ഉണ്ടാവരുത്, ഒരു സംശയം പോലും ആളുടെ മനസ്സിൽ ഉണ്ടാവരുത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത കൊള്ളാം. കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ട് എഴും കളങ്കമുള്ള കണ്ടനെങ്കിലും കനിഞ്ഞു കൊള്ളുവാൻ ഇളം പിറക്കൊഴുന്നിരുന്നു ഇന്നു ഉന്നതത്തലക്കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചരം. ഇതിന്റെ പദപ്രയോഗം കണ്ട, കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ട് എഴും കളങ്കമുള്ള കണ്ടലെങ്കിലും കനിഞ്ഞു കൊള്ളുവാൻ ഇളം പിറക്കൊഴുന്നിരുന്നു ഇന്നു ഉന്നതത്തലക്കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചരം. ഇവിടെ എന്താ പറയുന്നത്? കളം കറുത്ത കൊണ്ടലുണ്ട്, ഇരുണ്ട കൊണ്ട കണ്ട്, എഴും കളങ്കമുള്ള കണ്ടൻ എങ്കിലും കനിഞ്ഞു കൊള്ളുവാൻ ഇളം പിറക്കൊരുന്നിരുന്നു മിന്നും ഉന്നത തലക്കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചരം. അത് ഗുരുവില്ല ആ പ്രയോഗങ്ങൾ കണ്ടില്ലേ? ഇവിടെ ഈ ഓരോ വാക്കും നോക്കാം. കളം കറുത്ത കൊണ്ടലുണ്ട് അല്ലേ? കളം ആദ്യത്തെ സ്റ്റാൻസിൽ പറഞ്ഞെന്താണ്? ഭഗവാന്റെ ആ തിരുസ്വരൂപത്തില് അല്ലെ, ആ കോമളമായ ഗാത്രത്തില് അമംഗളകരമായിട്ടുള്ളത് യാതൊന്നും തന്നെ കാണാൻ ഇല്ല. പക്ഷെ അടുത്തതിൽ എന്താണ് പറയുന്നത്? ഇത് പറയണേ, കളം കറുത്ത കൊണ്ടലുണ്ട് അല്ലേ? കളം ഭഗവാന്റെ കഴുത്ത് കണ്ടാൽ ഗളം എങ്ങനെയാണ് ഇരിക്കുന്നത്? കളം പറഞ്ഞ ഗളം തന്നെ. കഴുത്തെന്താണ്? കൊണ്ടലാണ്. കൊണ്ടൽ ഏതാണ്? കാർമേഘം അല്ലെ? മേഘത്തിന്റെ കൊണ്ടൽ. കൊണ്ടലുണ്ട് അല്ലെ? കളം കറുത്ത കൊണ്ടലുണ്ട്. കൊണ്ടലിനെ പോലെ ഇരിക്കുകയാണ്. കാലിനെ കണ്ടിട്ട് കഴുത്തിൽ എന്തുണ്ട്? നല്ല കറുത്തിരിക്കുകയാണ്. അപ്പൊ അതെന്താ? ഒരു നെഗറ്റീവായിട്ടാണല്ലേ നേരത്തെ പറഞ്ഞ് അമംഗളകരമായിട്ടുള്ള ഒന്നുമില്ല. എന്നിട്ട് പറയണേ കളം കറുത്ത കൊണ്ടലുണ്ട്. ഭഗവാന്റെ കഴുത്ത് കണ്ടാൽ എന്താണ്? ആ കറുപ്പ് നിറം കഴുത്തിൽ നമുക്ക് കാണാം. പിന്നെന്താണ്? അത് ഏതിനെ പോലെയാണ്? കറുത്ത കാർമേഘം പോലെ കാണപ്പെടുകയാണ് ഭഗവാന്റെ തിരുകണ്ഠം. പിന്നെ എന്താ പറയുന്നത്? കളം കറുത്ത കൊണ്ടലുണ്ട്, ഇരുണ്ട കൊണ്ട കണ്ട്. കേട്ടോ, മനസ്സിലാക്കിയ എളുപ്പമാണ്. ഏതും കാണാനുണ്ട്. ഏത് കണ്ട്? ഇരുണ്ട കൊണ്ട കണ്ട് അല്ലേ? കളം കറുത്ത കൊണ്ടലുണ്ട്, ഇരുണ്ട കൊണ്ട കണ്ട്. ഏതും കാണാനുണ്ട്. ഇരുണ്ട കൊണ്ട. കൊണ്ട എന്താണ്? ജടാമകുടം അല്ലേ? ഭഗവാന്റെ ജട, തിരുമുടി, അതിങ്ങനെ അല്ലെ കെട്ടിവെച്ചിരിക്കുകയാണ് മനോഹരമായിട്ട്. അപ്പൊ ആ മുടി എന്താണ്? ഇരുണ്ട നിറത്തിലുള്ളതാണ്. അപ്പൊ ഈ പരിപാവനമായിട്ടുള്ള പരിഭൂതമായിട്ടുള്ള പവിത്രമായ ഭഗവാന്റെ ശരീരത്തില് ഏതൊക്കെ കാണുന്നത്? കറുപ്പാണ് എല്ലാം കാണുന്നത്, കളങ്കം കാണുന്നതൊക്കെ പറയുന്നത്. അതാ പറയുന്നത് കളം കറുത്ത കൊണ്ടലുണ്ട്, ഇരുണ്ട കൊണ്ട കണ്ട്. എന്നിട്ടാ എന്താ പറയുന്നത്? കളങ്കമുള്ള കണ്ടനെങ്കിലും അല്ലേ? കളങ്കമുള്ള, കളങ്കമുണ്ട. കളങ്കം ഏതാണ്? വിഷം അല്ലേ? വിഷം ഉണ്ട കണ്ടനെങ്കിലും. നീലകണ്ഠൻ, ഭഗവാൻ നീലകണ്ഠനായത് എന്തുകൊണ്ടാണ്? വിഷം കളങ്കമുണ്ടത് കൊണ്ടാണ്. എന്തിനാണ്? ഭക്ഷിക്കുക. കളങ്കമുണ്ട കണ്ടൻ, അതുകൊണ്ടാണ് ഏത് പേര് വന്നത്? നീലകണ്ഠൻ. കളങ്കമുണ്ട കണ്ടനാണ്. എങ്കിലും എന്നിട്ടുള്ളതാണ് ഭാഗ്യ ഇങ്ങനെയൊക്കെ കാണാനുണ്ട്, എങ്കിലും കനിഞ്ഞുകൊള്ളുവാൻ താൻ കനിവിന്റെ ഇരിപ്പിടമാണ്, കാരുണ്യ മൂർത്തിയാണ് എന്ന് വ്യക്തമായി വിളിച്ചു പറയുന്ന വിധത്തിൽ എത്തിയിരുന്നു. എന്താ പറയുന്നത്? ഇളം പിറക്കൊഴുന്നിരുന്നു മിന്നും ഉന്നത തലക്കുളം കവിഞ്ഞ കോമളക്കുളം അല്ലെ? ഇളം പിറക്കൊഴുന്നിരുന്നു മിന്നും. ഭഗവാന്റെ തിരു അല്ലെ ജടയിൽ എന്തുണ്ട്? ഇളം പിറ കൊഴുന്ന അല്ലെ? ഇളം പിറ എന്താ? ചന്ദ്രക്കല അല്ലെ? ഇളം പിറ, ഇളം പിറയാകുന്ന കൊഴുന്ന്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ കൊഴുന്ന്? ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഇളം പിറയാകുന്ന ചന്ദ്രക്കലയാകുന്ന കൊഴുന്നണിഞ്ഞ് ശോഭിക്കുകയാണ് അല്ലെ ഭഗവാൻ. പിന്നെന്ത് പറയുന്നു? ഉന്നത തലക്കുളം കവിഞ്ഞ അല്ലെ? ഉന്നത തലക്കുളം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ഉയർന്നു നിൽക്കുന്ന
അല്ലെ? ആണ് ജട കെട്ടി വെച്ചിരിക്കണം. അപ്പൊ തല എന്താ നല്ല ഉയർന്ന ഒരു ഗിരി പോലെ അല്ലെ, ഒരു പർവ്വതം പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഉന്നത തല ആകുന്ന ഭഗവാന്റെ ആ ശിരസാകുന്ന അതിന്റെ മേളിൽ പൊയ്കയിൽ ആരുണ്ട്? ഗംഗാനദി. അപ്പൊ ഉന്നത തലക്കുളം കവിയാണ് അല്ലെ, ഭഗവാന്റെ തിരുമുടിക്കെട്ടിലുള്ള ആ തടാകം അല്ലെ, ആ ജലാശയം എന്താണ്? കവിഞ്ഞൊഴുകുകയാണ് അല്ലെ. പറ ഇളം വിറക്കൊഴുന്നിരുന്നു മിന്നും ഉന്നത തലക്കുളം കവിഞ്ഞ ഏത്? കോമളക്കുളം അല്ലെ, എന്താണ്? ചുമന്ന കുഞ്ചരം അല്ലെ. ഭഗവാൻ ഏതായിട്ട് കാണപ്പെടുന്നു? ഭഗവാൻ ഒരു കോമളക്കുടം എന്ന് പറഞ്ഞ ആർത്ഥത്തിൽ എടുക്കാം. കോമളക്കുടം ആയിട്ടുള്ള മനോഹരമായ ഭഗവാന്റെ മീനെ ഏതുപോലെ കാണപ്പെടുന്നു? ചുവന്ന കുഞ്ചരം. ചുവന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവപ്പ് നിറത്തോട് കൂടിയ കുഞ്ചരം എന്ന് പറഞ്ഞാല് മതയാനയ്ക്കാണ് പറയുന്നത് അല്ലെ. ആന മതയാന എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. അപ്പൊ ഭഗവാന്റെ സ്വരൂപം എങ്ങനെ കാണപ്പെടുന്നു? ചുവന്ന വർണ്ണത്തിൽ ഒരു മതയാനയെ പോലെ ഭഗവാൻ കാണപ്പെടുന്നു എന്നാണ് പറയുന്ന കാര്യം. ഇതില് സമർത്ഥിക്കാൻ ഒരു കാര്യമുണ്ട്. ഗുരുദേവൻ ശിവശതകത്തില് ജപ കുസുമ തിരുവേനി എന്ന് പറയുന്നുണ്ട്. ജപ കുസുമം എന്താണ്? ജപ കുസുമം നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് അല്ലെ. ചെമ്പരത്തിപ്പൂവിന്റെ നിറം എന്താണ്? നല്ല ചുവന്നാണ്. അപ്പൊ ശിവശതകത്തിൽ ഗുരുദേവൻ പറയുന്നത് ശിവന്റെ ശരീരത്തിന്റെ വർണ്ണം ഏതാണ്? നല്ല ചുമന്നതാണെന്ന്. അത് തന്നെയാണ് ഭഗവാൻ ഇവിടെയും പറയുന്നത്. ഭഗവാൻ ഏതുപോലെ ശോഭിക്കുന്നു, ഏതുപോലെ വിളങ്ങി നിൽക്കുന്നു? ഒരു ചുമന്ന കുഞ്ചരത്തെ പോലെ അല്ലെ, ഒരു ചുമന്ന അല്ലെങ്കിൽ മതയാനയെ പോലെ ശോഭിച്ചു നിൽക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം പറഞ്ഞാല് ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഭഗവാന്റെ ബാഹ്യമായ സ്വരൂപത്തിലെ കളങ്കങ്ങൾ പലതും നമുക്ക് കാണാനുണ്ട്. ഏതൊക്കെയാണ്? ഭഗവാന്റെ കഴുത്ത് അല്ലെ, കഴുത്ത് കറുത്ത് കാണപ്പെടുന്നുണ്ട്, ആർമേഘം പോലെ കാണപ്പെടുന്നു അല്ലെ. മുടിക്കെട്ടും ഇരുണ്ട വർണ്ണത്തോട് കൂടിയതാണ്, നിറത്തോട് കൂടിയതാണ്. അതിലുപരിയായി ഭഗവാൻ എന്താണ്? നീലകണ്ഠനായതുകൊണ്ടാണ്, കളങ്കം അല്ലെ, വിഷമുണ്ടത് കൊണ്ടാണ്. അപ്പൊ ബാഹ്യമായി ഇങ്ങനെയൊക്കെ തോന്നാമെങ്കിലും താൻ കനിവിന്റെ മൂർത്തിയാണ്, കാരുണ്യ സ്വരൂപനാണെന്ന് അറിയിക്കത്തക്ക വിധത്തില് തന്റെ ജടാമകുടത്തില് ഇളം പിറക്കുഴുന്നിനെ അല്ലെ, ചന്ദ്രക്കലയെ അല്ലെ അണിഞ്ഞ് ശോഭിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാന്റെ ശിരസ് നിന്നും എന്തു ചെയ്യുന്നു? ആ അറിവിന്റെ ജ്ഞാനത്തിന്റെ ഗംഗാനദീ പ്രവാഹം അനിർവിഘ്നം കുളിർമി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ ഭഗവാൻ എന്ത് ചെയ്യണം? നമുക്ക് ജീവജലമെന്ന് എടുത്താൽ പോലും നമുക്ക് ഏത് ആവശ്യമാണ് അല്ലെ? നമുക്ക് വെള്ളം ആവശ്യമാണ് അല്ലെ. അപ്പൊ അറിവിന്റെ തലത്തിലെടുക്കാം, ജ്ഞാനാമൃതമെന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്തി പോകുന്നതിനുള്ള അത്യന്താപേക്ഷിതമായ ജലം അല്ലെ, വെള്ളം എന്ന ഘടകമായിട്ട് എടുക്കാം. അതിനെ എന്ത് ചെയ്യണം? വളരെ കാരുണ്യപൂർവ്വം ഭഗവാൻ നമുക്ക് ചുരത്തി തരികയാണ് അല്ലെ. ഒരു അമ്മ തന്റെ കുട്ടിക്ക് പാലും പകർന്നു കൊടുക്കുന്നത് പോലെ. അതാണ് കോമളക്കുടം കവിഞ്ഞ അങ്ങനെയുള്ള ഭഗവാന്റെ കോമളമായ കളേബന് ഏതുപോലെ ശോഭിച്ചു നിൽക്കുകയാണ്? ഒരു ചുമന്ന മതയാനയെ പോലെ. അർത്ഥം ഇത്രയാണ്. അപ്പൊ ഇതിൽ ഓർത്തോണം, നമ്മുടെ ബാഹ്യമായിട്ട് ഇത് പറയുമെങ്കിലും അതിനെല്ലാം ശ്രേഷ്ഠതയുണ്ട്. എന്തുകൊണ്ടാണ് ഭഗവാൻ നീലകണ്ഠനായത്? നമ്മളെ സംബന്ധിച്ച് നീലകണ്ഠൻ എന്ന് പറയുന്നതാണ് ഭഗവാന്റെയുള്ള ഏറ്റവും വലിയ ബഹുമാനം. കാര്യം എന്തുകൊണ്ട്? ഭഗവാൻ ചെയ്ത ത്യാഗത്തിന്റെ അല്ലെ, ഭഗവാൻ മനുഷ്യരാശിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ത്യാഗത്തിന്റെ സാക്രിഫൈസ് എന്ന് പറയുന്നതിന്റെ ഒരു മഹോദാഹരണമാണ് അല്ലെ, അതിന്റെ ഒരു അടയാളമാണ്. കാര്യം പറഞ്ഞൂടെ, എന്നാൽ പാതാളി വചന സമയത്ത് അല്ലെ ഒരു വിഷം പൊങ്ങി വരുന്നുണ്ട് അല്ലെ. ഈ പറയുന്ന അതിഘോരമായിട്ടുള്ള ആ വിഷം ലോകത്തെ തന്നെ നശിപ്പിക്കാൻ പ്രാപ്തിയുള്ളതായിരുന്നു. അപ്പോൾ ഭഗവാൻ ഈ ലോകത്തിനെ സംരക്ഷിക്കുന്നതിനായിട്ട് അല്ലെ, ഭഗവാൻ ലോക കല്യാണത്തിനായിട്ട്, ലോകഹിതത്തിനായിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ആ കവകൂട വിഷത്തെ ഭഗവാൻ കുടിക്കുകയാണ് അല്ലെ. അങ്ങനെയാണ് ഭഗവാൻ ആരായി തീർന്നത്. ആ കറുപ്പിന് പോലെ എന്തുണ്ട് നമ്മൾ മനസ്സിലാക്കണം, മഹാത്മ്യമുണ്ട്. പക്ഷെ സാധാരണ ഒരാൾ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ എന്താണ്? പല കളങ്കങ്ങൾ ഉള്ളതായിട്ട് തോന്നാം. എങ്കിലും ഭഗവാൻ ആര് തന്നെയാണ്? കാരുണ്യ സ്വരൂപനാണ്. അതിനെ സൂചിപ്പിക്കുന്നതാണ് തലയിണഞ്ഞിരിക്കുന്ന ഈ വിഭൂഷണങ്ങളെല്ലാം തന്നെ. അങ്ങനെയുള്ള ഭഗവാൻ ഒരു കോമളം അല്ലെ, എന്താണ്, കുഞ്ചരമായിട്ടില്ലേ, ചുമന്ന കുഞ്ചരമായി കാണപ്പെടുന്നത്. അതാണ് രണ്ടാമത്തെ പദ്യത്തിന്റെ സാരം. ഓക്കെ അല്ലേ? എല്ലാ വാക്കും മനസ്സിലായല്ലോ? അടുത്തുള്ള പോവാം.
അരം തിളച്ചു പൊങ്ങുമാടലാഴിയേറി നീന്തി അക്കരെ കടന്നു കണ്ട പോതഴിഞ്ഞൊഴിഞ്ഞു നിന്നനി ചുരന്നു ചൂരവും ചൊരിഞ്ഞിടുന്ന സുക്തി കണ്ടു കണ്ടിരുന്നു നിന്നിടുന്നതെൻ മുടിക്കു ചൂടു വീശനേ. അരം തിളച്ചു പൊങ്ങുമാടലാഴിയേറി നീന്തി അക്കരെ കടന്നു കണ്ട പോതഴിഞ്ഞൊഴിഞ്ഞു നിന്നനി ചുരന്നു ചൂരവും ചൊരിഞ്ഞിടുന്ന സുക്തി കണ്ടു കണ്ടിരുന്നു നിന്നിടുന്നതെൻ മുടിക്ക് ചൂടു വീശനേ. അല്ലെ, മനോഹരമായ ലൈനുകളാണ്. ഇവിടെ എന്താ പറയുന്നത്? അരം തിളച്ചു പോകും, ആടലായി നീന്തിയേറി അക്കരെ കടന്ന് കണ്ടപോത് അഴിഞ്ഞൊഴിഞ്ഞു നിന്ന നീ ചുരന്ന് ചൂഴവും ചൊരിഞ്ഞിടുന്ന സൂക്തി കണ്ട് കണ്ട് ഇരന്ന് നിന്നിടുന്നു ഇത് എൻ മുടിക്ക് ചൂടും ഈശ്വരേ. ഇത് വ്യക്തമാക്കാം. നമ്മൾ കൂട്ടി പോകുമ്പോ പാടാണ്, പക്ഷെ പിരിക്കുമ്പോ കണ്ട. ഇത് ഈ കൃതികൾ നമ്മൾ പിരിച്ചു പഠിച്ചാലേ മനസ്സിലാക്കാൻ പറ്റൂ, അല്ലേ? ഓരോ വാക്കും നമ്മളത് പിരിച്ച് മനസ്സിലാക്കി പോകണം. ഇവിടെ എന്താ പറയുന്നത്? അരം തിളച്ചു പൊങ്ങും ആടലായി. അരം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? പലപ്പോൾ നമ്മൾ നാശം എന്നുള്ള അർത്ഥമുണ്ട്, നമ്മളെ വിദ്വേഷത്തിൽ, ഇതിന് ഒരുപാട് അർത്ഥമുള്ള വാക്കാണ്. ഇത് ഈ കോണ്ടെക്സ്റ്റിൽ അല്ലെ നമ്മൾ ഇവിടത്തെ യോജിക്കുന്നത് നമ്മൾ എടുക്കുകയാണ്. അരമെന്ന് പറയുമ്പോൾ വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും ഉണ്ടാകുന്ന നാശം, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഷഡ്വൈരികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെ? ഷഡ്വൈരികളില്ലേ? കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സര്യാദികൾ, അല്ലെ? ഷഡ്വൈരികൾ എന്ന് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ നമ്മുടെ പരസ്പര വിദ്വേഷത്തിൽ നിന്നും ഉണ്ടാകുന്ന നാശം, വെറുപ്പിൽ നിന്നും ഉണ്ടാകുന്ന നാശം. അല്ലെങ്കിൽ കലിയുഗത്തിൽ ഇപ്പൊ ഏതാണ് കാണാൻ പറ്റുന്നത്? നമുക്ക് എവിടെയും എന്താണ്? വിദ്വേഷമാണ് കാണാൻ കഴിയുന്നത്, അല്ലെ? സ്നേഹത്തിന്റെ അലകൾ വളരെ കുറവാണ്. എവിടെ നോക്കിയാൽ എന്താണ്? പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് നമുക്ക് താല്പര്യം. അപ്പൊ അരം തിളച്ചു പൊങ്ങും. ഇതിന്റെ പ്രയോഗം കണ്ട. അരം എന്ത് ചെയ്യാണ്? തിളച്ചു മറിഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? തിളയ്ക്കുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, പദം വന്ന് ഇങ്ങനെ പൊങ്ങും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ മനസ്സിൽ നമ്മൾ വെച്ചിരിക്കുന്ന അറപ്പും വെറുപ്പും വിദ്വേഷവും ഇങ്ങനെ അനുദിനം എന്ത് ചെയ്യാണ്? ഇങ്ങനെ തിളച്ചു പൊങ്ങി വർദ്ധിച്ച് നമ്മ എന്ത് ചെയ്യണം? നമ്മെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ എന്തായിട്ട് ഇത് പറയുന്നു? അരം തിളച്ചു പൊങ്ങും ആടലായി. അതിനാണ് എന്തെന്ന് പറയുന്നത്? ആടലാകുന്ന, ദുഃഖമാകുന്ന, അല്ലെ, ദുരിതമാകുന്ന ആഴി, സമുദ്രം. പരസ്പര വിദ്വേഷത്തിൽ നിന്നും ഉണ്ടാകുന്ന ഈ ദുഃഖമാകുന്ന ആഴി, സംസാര സാഗരം എടുക്കാം, അല്ലെ? നമ്മുടെ ഈ പ്രപഞ്ച നാടകം, ഈ ജീവിതം തന്നെ എന്താണ്? ദുഃഖഭംഗിതമാണ്, അല്ലെ? കാര്യം നമ്മൾ യഥാർത്ഥ സ്വരൂപത്തെ മറന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? മായാപ്രേരിതനായിട്ട് ഇന്ദ്രിയ ഗോചരമായ വസ്തുക്കൾക്ക് പിന്നാലെ ഓടി തള്ളയാണ്, അല്ലെ? നമ്മള് ആ ബ്രഹ്മം, അല്ലെ, അഹം ബ്രഹ്മാസ്മിയുടെ തത്വം നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഓർക്കുന്നതേ ഇല്ല. അപ്പൊ അതാണ് ഇത് പറയുന്നത്. വ്യക്തിഗതമായിട്ടുള്ള ആ വെറുപ്പ് വർദ്ധിച്ച് വന്ന് എന്ത് ചെയ്യുന്നു? ആടലായി ആ ദുഃഖമാകുന്ന സമുദ്രം എങ്ങനെയെങ്കിലും ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? നീന്തിയേറി അക്കരെ കടന്ന്. അതിനെ നീന്തിയേറി, നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത്, ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത്, ഒരുവിധേന മനസ്സിനെ സംശുദ്ധമാക്കി ആ നമ്മുടെ ആ മൂർത്തിയിൽ അല്ലെങ്കിൽ പരമാത്മാവിൽ അതിനെ ലയിപ്പിച്ച് എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും പാടുമായിട്ട് ഞാൻ എന്ത് ചെയ്തു? അക്കരെ എത്തി. എത്തിയപ്പോൾ എന്താണ്? അക്കരെ കടന്നു. അക്കരെ എത്തിയപ്പോൾ എന്താണ്? കണ്ട പോത്. ഞാൻ നിന്നെ കണ്ട പോത്, കണ്ട സമയത്ത് എന്താ ഗുരുവിന്റെ പ്രയോഗങ്ങളാണ്. ആ കണ്ട വേളയില് എന്ത് ചെയ്തു ഭഗവാൻ? അഴിഞ്ഞൊഴിഞ്ഞു നിന്ന നീ. ഭഗവാൻ എന്ത് ചെയ്യാണ്? എല്ലാം വിട്ട്, അല്ലെ, മുക്തി, അല്ലെ, ആ ഒരു പദത്തിലിരിക്കാൻ, അല്ലെ, എല്ലാത്തിൽ നിന്നും മോചിതനായി മുക്തനായിട്ട് നിൽക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, എല്ലാത്തിനെയും വിട്ട്, എല്ലാത്തിനൂടെയുള്ള മമത, അല്ലെ, എല്ലാത്തിനോടുള്ള ഒട്ടൽ, എല്ലാത്തിനോടുള്ള കൂടിച്ചേരൽ, അതിനെ എല്ലാം വിട്ട് എന്താണ് പറയുന്നത്?
ആ കൈവല്യം അല്ലെ ശ്രേഷ്ഠമായിട്ടുള്ള ആ തലത്തിൽ നിൽക്കുന്ന മുക്തസ്വരൂപനായി നിൽക്കുന്ന എല്ലാത്തിനെയും അഴിഞ്ഞ് എല്ലാത്തിൽ നിന്നും വിടുതലെടുത്ത് അല്ലെ പാശങ്ങളെയെല്ലാം പശുപതി പാശം ഒഴിച്ച് എന്ന് പറയുന്നത് എല്ലാ പാശങ്ങളിൽ നിന്നും എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മോചിതനായി നിൽക്കുന്ന ആ അങ്ങയുടെ തിരുസ്വരൂപമാണ് കാണുന്നത്. കണ്ടൊഴിഞ്ഞു വരെ എല്ലാം അടിഞ്ഞൊഴിഞ്ഞു നിന്ന നിന്നെ എനിക്ക് എങ്ങനെയാണ് കാണാൻ പറ്റിയത്? ആ ശ്രേഷ്ഠമായ സ്വരൂപത്തിലാണ് കാണാൻ പറ്റിയത്. എന്നിട്ട് പറഞ്ഞത് ചുരന്നു ചൂഴവും ചുരിഞ്ഞിടുന്ന സൂക്തി കണ്ട് അല്ലെ, ചുരന്ന് ചൂഴവും ഈ നമ്മുടെ ചുറ്റിലും അല്ലെ ചുരന്ന് എല്ലാത്തിലോട്ടും ഇറങ്ങിച്ചെന്ന് എല്ലാത്തിലും അകവും പുറവും തിങ്ങും മഹിമാവ് അല്ലെ, അകവും പുറവും എല്ലാം ഒരുപോലെ നിറഞ്ഞിരിക്കുന്നതൊക്കെ എല്ലാത്തിലും ചൂഴ്ന്നിറങ്ങി എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ചുറ്റിലുമുള്ള സകലത്തിലും വ്യാപിച്ചു നിൽക്കുന്ന സൂക്തി കണ്ട്. സൂക്തി എന്താണ്? എനിക്ക് ഏതിന്റെ അനുഭൂതിയാണ്? സൂക്തി എന്ന് പറഞ്ഞാൽ സൂക്തി നമ്മളിവിടെ ഗുരു കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അനുഭവിച്ചറിയുക എന്നുള്ള തലത്തിലെടുക്കാം ഇവിടെ. കാര്യം നമുക്ക് സൂക്തി അല്ലെ വാക്കിനെ നമുക്ക് എഴുതിയാനേ പറയാൻ പറ്റാവും, നമുക്ക് കേൾക്കാനേ പറ്റും. ഇപ്പൊ സൂക്തി എന്ന് പറയുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള വചനത്തെയാണ്, വാക്കിനെയാണ് അല്ലെ, അല്ലെങ്കിൽ പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന വാക്രൂപത്തിലുള്ള അറിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സൂക്തി എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ പരമാത്മാവിനെ കുറിച്ചുള്ള വാക്രൂപേണയുള്ള അറിവ്, വാക്കിലൂടെ പ്രകടമാകുന്ന ശ്രേഷ്ഠമായ ശ്രേയസ്കരമായിട്ടുള്ള അറിവിനെയാണ് സൂക്തി എന്ന് പറയുന്നത്. അപ്പൊ ഏതെനിക്ക് കാണാൻ കഴിഞ്ഞു? ആ സൂക്തി അല്ലെ, എല്ലായിടത്തും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അല്ലയോ ഭഗവാനെ, ആ അങ്ങയെ കുറിച്ചുള്ള ശ്രേഷ്ഠമായ ആ വചനം എനിക്ക് കാണാൻ കഴിഞ്ഞു. സൂക്തി കണ്ട് ഇരന്നു നിന്നിടുന്ന അല്ലേ, ഏതിരന്നു നിന്നിടുന്നു? ഇത് ഇരന്നു നിന്നിടുന്നു. ഈ ഇതെന്താണ്? നീയുമായിട്ട് എനിക്ക് ഒന്നായി തീരണം. അതെനിക്ക് പറയുന്നുണ്ട്, ഞാനും നീയും ഒന്നു തന്നെ. അതായത് അവിടത്തോടെ എന്ത് ചെയ്യണം? എനിക്ക് അലിഞ്ഞു ചേരണം. ഇരന്നിടും ഇത് അല്ലേ, എനിക്ക് ഇത് തരണം. എന്ത് ചെയ്യണം? നീയുമായിട്ട് സായുജ്യം അല്ലേ, ഇതിനായിട്ട് എന്ത് ചെയ്യണം? എനിക്ക് സായുജ്യം ഉണ്ടാകണം. നീ എന്നിൽ അലിഞ്ഞു ചേരാൻ എനിക്ക് കഴിയണം എന്നുള്ളതാണ് പറയുന്നത്. ഇരന്നു നിന്നിടുന്ന ഇത്. എന്നിട്ട് പറയാൻ വിശേഷണം, എൻ മുടിക്ക് ചൂടും ഈശനെ, എന്റെ മുടിക്ക് ചൂടുന്ന, ഞാൻ സദാ ശിരസ് നമിച്ച് വണങ്ങുന്ന പൂജിക്കുന്ന ഈശനെ, ഈ ലോകത്തിനെ സംരക്ഷിക്കുന്ന അല്ലയോ പ്രഭോ വിഭോ നാഥ അല്ലേ. ഇതാണ് ഇവിടെ പറയുന്നത്. അർത്ഥം മനസ്സിലായില്ലേ? പരം ദിവസം വിദ്വേഷം കൊണ്ടുണ്ടാകുന്ന ആടലാകുന്ന ആ സാഗരത്തെ, സംസാര സാഗരത്തെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് അല്ലെ, മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി അല്ലെ, ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പുറത്ത് മറുകര എത്തുമ്പോൾ അവിടെ ശ്രേഷ്ഠമായ ബുദ്ധിപഥത്തിൽ നിൽക്കുന്ന നിന്നെയാണ് കണ്ടത്. പക്ഷേ ചുറ്റും എന്ത് വ്യാപിച്ചിരുന്നു? നിന്നെ സംബന്ധിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള അറിവ് നാദരൂപേണ എന്നില് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തിരന്നു നിൽക്കുകയാണ്? ഞാനൊരു ഭിക്ഷക്കാരനെ പോലെ അവിടത്തോട് യാചിക്കുകയാണ്. എന്ത് ചെയ്യുക? എന്നെ നീ നിന്നോട് ചേർത്ത് നിർത്തുക. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ബാക്കി സംശയമുണ്ടോ? ഉണ്ടോ? ഉണ്ടാ? അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇത് മനസ്സിലാക്കണം. അപ്പൊ അതിനാണ് പറയുന്നത്. ഇതിന്റെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇനി ചൊല്ലുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? എളുപ്പമുണ്ടോ? പദങ്ങൾ പിരിക്കുമ്പോ അല്ലെ, പദം പിരിച്ച് തന്നെ പഠിക്കാനായിട്ട് പരിശ്രമിക്കണം. അല്പം നേരത്തെ 2 ദിവസമായിട്ട് കോട്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് നല്ല തലവേദനയുണ്ട്, ചൂട് വീടിന്റെ ഇതിനെ പറയുന്ന സമയത്ത് ഭഗവാന്റെ രൂപ കൊണ്ട് നമുക്ക് അത് പറയാൻ ഭഗവാന്റെ അവസരം തരുന്നു. അതേപോലെ തല ഭയങ്കരമായിട്ട് നല്ല വേദന.
അടുത്ത നമ്മള് തിരുമന്ത്രത്തിലോട്ട് പോയാണ്. ഇതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പദ്യമാണ്, ഒരു ശ്ലോകമാണ്, ഒരു തിരുമന്ത്രമാണ്. ശനൈരുയർന്നുയർന്നു വന്നു ഇന്നു കൊന്നു തിന്നിടും ദിനം ദിനം ദിനേശനിന്നുവെന്നു രണ്ടു കൗതുകം മനം കവിഞ്ഞു മാറിയാടും അങ്ങ് മണ്ണൊടെണ്ണു നീ ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കുമാറി ദൈവമേ. ഇവിടെ ഗുരു പറയാണ്, ശനൈരുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും ദിനം ദിനം ദിനേശനിന്ദുവെന്നു രണ്ടു കൗതുകം മനം കവിഞ്ഞു മാറിയാടുമങ്ങു മണ്ണൊടെണ്ണു നീ ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കുമാതി ദൈവമേ. ഇവിടെ എന്താ പറയുന്നത്? ശനൈ ഉയർന്നുയർന്ന് വന്ന് നിന്ന് കൊന്ന് തിന്നിടും ദിനം ദിനം ദിനേശൻ ഇന്ദു എന്ന് രണ്ട് കന്തുകം മനം കവിഞ്ഞു മാറിയാടും അങ്ങ് മണ്ണോടെണ്ണും ഈ ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കും ആദി ദൈവമേ. എന്താ ഇങ്ങനെ നമ്മൾ എടുക്കണം. ആ പദങ്ങളെ കറക്റ്റ് പിരിക്കേണ്ടടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? പിരിച്ചെടുക്കണം. ഇവിടെ പറയുന്നത് എന്താണ്? ശനൈ ഉയർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിരിഞ്ഞിടും. ശനൈ അല്ലെ, ഒരു സംസ്കൃത പദം. എന്താണ്? സ്ലോലി, പതുക്കെ പതുക്കെ അല്ലെ, സ്ലോ പേസ് എന്നുള്ളതാണ്. പതുക്കെ പതുക്കെ വന്ന് എന്ത് ചെയ്യാണ്? ഉയർന്നു വന്നു നിന്നു കൊന്നു തിരിഞ്ഞിടും അല്ലെ. ഉയർന്നു വന്ന് നിന്ന് പതുക്കെ പതുക്കെ നമ്മുടെ ആയുസ്സിനെ കൊന്നു തിന്നുന്ന ആരാണ്? ആരെ കുറിച്ചാണ് പറയുന്നത്? ദിനം ദിനം, ഒരു ദിവസമല്ല ഉദിച്ചു വരുന്നത്, ദിനം ദിനം, എല്ലാ ദിവസവും അല്ലേ, ദൈനംദിനം ഉയർന്നു വരുന്ന, എല്ലാ ദിവസവും ഉയർന്നു വരുന്ന, ദിനം പ്രതി ഉയർന്നു വരുന്ന ഏത്? രണ്ടു കന്തുകം, രണ്ട് പന്തുകൾ, രണ്ട് ഗോളങ്ങൾ. അത് ഏതൊക്കെയാണ്? ദിനേശൻ, ഇന്ദു. ദിനേശൻ ആരാണ്? സൂര്യൻ. ഇന്ദു അതിന്റെ കൂടെ രസത്തിൽ പറഞ്ഞാൽ ദിനേശനും നിശേഷനും. നിശേഷൻ ആരാണ്? ചന്ദ്രൻ. ദിനേശൻ സൂര്യൻ. അപ്പൊ ദിനേശനെയും ഇന്ദുവിനെയും സൂര്യനും ചന്ദ്രനും, ഇതിന്റെ ലൈനിൽ ഒരു ചെറിയ വ്യത്യാസം വരെ നമുക്ക് വായിക്കാം. ദിനം ദിനം ദിനേശൻ ഇന്ദു എന്നു രണ്ടു കന്തുകം ശനൈരുയർന്നുയർന്നു വന്ന് കൊന്നു തിന്നിടും. അങ്ങനെയാണ് എല്ലാ ദിവസവും ദിനേശൻ, സൂര്യനെന്നും ചന്ദ്രനെന്നും പറയുന്ന രണ്ട് ഗോളങ്ങൾ ഉദിച്ചുയർന്നു വന്ന് അല്ലെ, ഒന്ന് ഉദിച്ചു വരുമ്പോ മറ്റൊന്ത് ചെയ്യും? അസ്തമിക്കും. ഉദിച്ചുയർന്നു വന്ന് എന്ത് ചെയ്യുന്നു? പതുക്കെയാണ്, സ്ലോയില് ശനൈ ഉയർന്നു വന്ന് നമ്മുടെ ആയുസ്സിനെ എന്ത് ചെയ്യാണ്? കൊന്നു തിരിക്കുകയാണ്. കാര്യം പകലിനെ ആരെ സൂചിപ്പിക്കുന്നു? സൂര്യൻ. രാത്രി ചന്ദ്രൻ. അപ്പൊ സൂര്യനും ചന്ദ്രനും ഓരോ തവണ ഉദിക്കുമ്പോൾ എന്തായി? ഒരു ദിനമായി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇവര് രണ്ടുപേരും ഉദിച്ച് അല്ലെ അസ്തമിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുകയാണ്? ഒരു ദിവസം നമ്മുടെ ആയുസ്സിൽ നിന്നും കുറയപ്പെടുകയാണ്. അതുകൊണ്ട് ആ ഗുരുവിന്റെ ആ ഇമാജിനേഷൻ അത് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഭഗവാനെ പറയുന്നതാണ് ദിനം ദിനം ഉദിച്ചു വന്ന്. ഏതെങ്കിലും വാക്ക് സംശയമുണ്ടോ? പന്ത് എന്ന് പറയുമ്പോഴത്തേക്കും പന്ത് ഗോളം എന്നുള്ളതാണ് അല്ലെ. ഗോൾ, പന്ത്, ഗോളം. ഏതൊക്കെയാണ് ഗോളങ്ങള്? ദിനേശനും നിശേഷനും. അത് എന്ത് ചെയ്യുന്നു? ദിനം ദിനം ഉദിച്ചു വന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഓരോ ദിവസവും നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യത്തെ അപഹരിച്ചു കൊണ്ടുപോവുകയാണ് അല്ലെ. അവര് കൊള്ളയടിക്കുന്ന എന്താണ്? നമ്മുടെ ആയുസ്സിനെ തന്നെയാണ്. എന്നിട്ട് പറയാണ്, മനം കവിഞ്ഞു മാറിയാടും അങ്ങ്. ഇതെല്ലാം ഈ സൂര്യനും ചന്ദ്രനെയും ഭഗവാന്റെ ഒരു മനം കവിഞ്ഞു മാറിയാടലാണ് അല്ലെ. മനം കവിഞ്ഞു മാറിയാടുക എന്ന് പറഞ്ഞാൽ, മാറിയാടുക എന്ന് പറഞ്ഞാല് അമ്മാനമാടുക എന്നാണ്. അപ്പൊ ഭഗവാൻ എന്താണ്? മനം കവിഞ്ഞ്, മനസ്സ് നിറഞ്ഞ്, അത്രയ്ക്ക് സന്തുഷ്ടിയോടുകൂടിയാണ്, ആനന്ദത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ അമ്മാനമാട്ടം നടത്തുന്നത്. ഏത് അമ്മാനമാട്ടം? സൂര്യചന്ദ്രന്മാരുടെ അല്ലെ. ഒരു കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്? പതുക്കെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോ ചന്ദ്രൻ എന്ത് ചെയ്യും? മറുകയിൽ താഴെ പോയി. ചന്ദ്രൻ പൊങ്ങി വരുമ്പോ എന്ത് ചെയ്യും? സൂര്യൻ താഴെ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യാണ്? ഒരു ജാലരീതിക്കാരനെ പോലെ എന്ത് ചെയ്യാണ്?
കയ്യിലിട്ട് അമ്മാനമാടുകയാണ് ഈ രണ്ട് പന്തുകളെ, ഗോളങ്ങളെ. അതിന്റെ ഫലമായി ആർക്കാണ് നഷ്ടം? നിങ്ങൾ മനസ്സിലാക്കാനാണ് ഇങ്ങനെ പല രീതി എളുപ്പമായിട്ട് പറഞ്ഞത്, മനസ്സിലല്ലേ? അപ്പൊ അതിന്റെ നഷ്ടം ആർക്കാണ്? നമുക്ക്, നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയം. അപ്പൊ ഈ കാലം, സൂര്യചന്ദ്രന്മാർ ഏതിനെയാണ് കാണിക്കുന്നത്? കാലത്തെയാണ്. അപ്പൊ കാലത്തെ സർവഹാരിയായ, എല്ലാത്തിനെയും നശിപ്പിക്കുന്ന, നിന്നു തീർക്കുന്ന കാലം ആരുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്? സദാശിവന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്. അതാണ് പറയുന്നത് അല്ലേ? അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു? വളരെ ഒരു ലാഘവത്തോടുകൂടി തന്റെ കയ്യിൽ രണ്ട് ഗോളങ്ങളെ പോലെ ഇട്ട് അമ്മാനമാടി കളിക്കുന്നതിന്റെ പകലാണ് പകലും അതുപോലെ രാത്രി എന്ന പ്രതിഭാസം നമുക്ക് അനുഭവമാകുന്നത്. അതിന്റെ നഷ്ടവും നമുക്കാണ്, നമ്മുടെ ആയുസ് ചുരുങ്ങും. അതാണ് പറഞ്ഞത്. എന്നിട്ട് പറയണ ജനം നിനക്കുമൊക്കെയും അല്ലെ മണ്ണോടെണ്ണും, ഈ മാറിയാട് മണ്ണ് അങ്ങ് മാറിയാടും മണ്ണോടെണ്ണും ഈ ജനം. നമ്മൾ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? മണ്ണോടെണ്ണും. മണ്ണില് നമ്മൾ എന്ത് ചെയ്യും? അലിഞ്ഞു ചേരും. നമ്മുടെ ആയുസ് പോയ നമ്മൾ എന്ത് ചെയ്യും? മരിക്കുകയാണ് അല്ലെ? കാലയവനിക പൊയ്ക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ആയുസ് പറയുന്നു. നമ്മുടെ ഈ ജനം, നമ്മളാകുന്ന ഈ ജനങ്ങൾ അല്ലെ, ഈ നശ്വരായിട്ടുള്ള നമ്മളെല്ലാം എന്ത് ചെയ്ത് മണ്ണോടടിയും മണ്ണോടെണ്ണും, മണ്ണിൽ ലയിച്ചു ചേരും, മണ്ണിന്റെ ഭാഗമായി നമ്മള് തീരും. എന്നിട്ട് എന്താ പറയുന്നത്? ഈ ജനം അല്ലെ, ഈ ജനമാണ് അങ്ങനെ ആയിട്ട് നമ്മള്. പിന്നെ പറയണം, നീ എങ്ങനെയാണ്? നിനക്കുമൊക്കെയും ജയിക്കും ആദി ദൈവമേ. നീ ആരാണ്? നീ എന്ത് നിലച്ചാലും അതെല്ലാം നടപ്പിലാക്കി വിജയത്തിലെത്തിക്കാൻ ശക്തിയുള്ള ആദിദേവനാണ്. പ്രപഞ്ചത്തിന്റെ ഉത്പത്തിക്ക് കാരണഭൂതനായിട്ടുള്ള ആദിദേവനാണ്. എന്താ ഭഗവാൻ പറഞ്ഞിരിക്കുന്നുണ്ട? നമ്മളെന്ത് ചെയ്യും? ഭഗവാന്റെ ഈ കളിയില് നമ്മളെന്ത് ചെയ്യും? മണ്ണോടടി നമ്മൾ ആയുസ് പോയി. ഈ ജനങ്ങൾ നശ്വരായിട്ടുള്ള നമ്മളെല്ലാം മണ്ണിൽ ലയിച്ചു ചേരും അല്ലെ? നമ്മുടെ ഈ ശരീരം എന്ത് ചെയ്യും? ജീർണിച്ച് നമ്മൾ മണ്ണിന്റെ ഭാഗമായിട്ട് മാറും. പക്ഷേ ശ്രേഷ്ഠനായിട്ടുള്ള ആദിദൈവമായിട്ടുള്ള അവിടെ നിന്ന് സദാ ജയിച്ചറും. അവിടെ നിന്ന് നനയ്ക്കുന്നതൊക്കെയും നേടാൻ പ്രാപ്തിയുള്ള സർവശക്തനാണ്. ഓൾ മൈറ്റി അല്ലെ, ഓംനിപൊട്ടൻ, സർവശക്തൻ എന്നുള്ള ആ ഒരു ആസ്പെക്ട് ആണ് ഇവിടെ ഗുരു കാണിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തില് കാലത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ആരുടെ കയ്യിലെന്നാണ് ഗുരുനാഥൻ പറഞ്ഞു വരുന്നത്? നമ്മുടെ ശിവ പെരുമാന്റെ കയ്യിലാണ്. അർത്ഥം ക്ലിയർ അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ശനിയിൽ വരുമ്പോ അല്ലെ, പതുക്കെ പതുക്കെ ദിനം പ്രതി അല്ലെ ഉയർന്ന് വന്ന് അല്ലെ പ്രകാശം വിതറിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിലപ്പെട്ട സമയത്തെ അപഹരിച്ചു കൊണ്ടുപോകുന്ന സൂര്യചന്ദ്രന്മാരാകുന്ന രണ്ടു ബന്ധുക്കളെ വളരെ സന്തോഷത്തോടു കൂടി അല്ലെ ഒരു കുട്ടിക്കളി എന്ന പോലെ തന്റെ കയ്യിലിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? അമ്മാനമാടുന്നു. അങ്ങനെയുള്ള ഭഗവാൻ സദാ ജയിച്ചറും ഭഗവാൻ നനയ്ക്കുന്നതൊക്കെയും നടത്താൻ പ്രാപ്തിയുള്ള സർവശക്തനാണ്. ഈ പാവപ്പെട്ട ഞങ്ങളോ ഈ ആഗ്രഹങ്ങളുമായി അല്ലെ നമ്മളെന്ത് ചെയ്യും? മണ്ണോട് അടിയും. അവിടെ ആഗ്രഹം എന്താണ്? ദൈവ സർവശക്തനായ അവിടുന്ന് എനിക്ക് ഈ ശരീരബോധത്തിൽ നിന്ന് മോചിതനായിട്ട് ഏതിലോട്ട് വരാൻ കഴിയണം? ആത്മബോധത്തിലോട്ട് ഉയരാനായിട്ട് കഴിയണം. എനിക്ക് ശരീരമെടുത്ത് എന്ത് ചെയ്യും? നശിച്ചേ പറ്റൂ. പക്ഷെ ആത്മാവ് നശിക്കുന്നുണ്ടോ? അനശ്വരമാണ്, ഏത് കാലത്തും നിലനിൽക്കുന്നതാണ് അല്ലേ? അടുത്തതും നല്ലൊരു പോയിന്റാണ് ഇവർ പറയുന്നത്, വളരെ മനോഹരമായിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ പിക്ചറൈസേഷൻ നടത്തണം, നമ്മുടെ വിഷ്വലൈസേഷൻ, ചിത്രവൽക്കരണം നടത്തണം. ഗുരു അതിനാണ് ഇങ്ങനെ വരച്ച് കാണിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാകണം? ഈ കാര്യത്തിന്റെ ഒരു ചിത്രം അല്ലെ? നമ്മളിങ്ങനെ ഭഗവാൻ കയ്യിലിട്ടല്ലേ പ്രപഞ്ചത്തിലല്ലേ ഈ സൂര്യനെയും ചന്ദ്രനെയും ഇങ്ങനെ അമ്മാനപ്പെടുന്ന കാണാൻ കഴിയണം. അതിനു വേണ്ടിയാണ് ഗുരു ഇങ്ങനെ എഴുതി തന്നിരിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഉയർന്ന തലത്തിലോട്ട് പോകാൻ പറ്റും. അടുത്ത എന്താ പറയുന്നത്? ദൈവമേ നിനക്ക് നീയും ഞാനും ഒന്നു തന്നെയെന്നു കൈവരുന്നതെന്നിലെന്നി അടിയനില്ല കാക്ഷിതം ശൈവമൊന്നൊഴിഞ്ഞു മറ്റുമുള്ളതൊക്കെ അങ്ങുമിങ്ങുമായി വലഞ്ഞുഴന്നിടുന്ന വഴിയാകും നിനക്ക് നീ. ഇതെന്താ പറയുന്നത്? ദൈവമേ നിനക്ക് നീയും ഞാനും ഒന്നു തന്നെയെന്നു കൈവരുന്നതിന്നി അടിയനില്ല കാക്ഷിതം
ശൈവമൊന്നൊഴിഞ്ഞു മറ്റുമുള്ളതൊക്കെ അങ്ങുവിങ്ങുവാൻ വലഞ്ഞുഴന്നിടുന്ന വഴിയതും നിനക്കിൽ നീ. പിടിച്ചു നോക്കാം. ദൈവമേ, നിനക്കിൽ നീയും ഞാനും ഒന്നു തന്നെ എന്ന് കൈവരുന്നത് ഇതെണ്ണി ഇന്നടിയനില്ല കാംക്ഷിതം. ശൈവമൊന്നൊഴിഞ്ഞ് മറ്റുമുള്ളതൊക്കെ അങ്ങും ഇങ്ങുമായി വലഞ്ഞ് ഉഴന്നിടുന്ന വഴി അതും നിനക്കിൽ നീ. ചിന്തിച്ചു നോക്കിയാൽ അതും ആരാണ്? നിനക്കിൽ നീ. എന്താ പറയുന്നത്? ദൈവമേ, നിനക്കിൽ നീയും ഞാനും ഒന്നു തന്നെ. ഗുരുദേവൻ ഏറ്റവും വലിയ ഒരു സത്യം വെളിവാക്കിയാണ്. നമ്മൾ എന്താണ് ചിന്തിച്ചു നോക്കിയാണ് നിനച്ചാൽ അല്ലെ ഒന്ന് മനനം ചെയ്ത് നമ്മൾ ധാരണ ചെയ്താൽ നമുക്ക് സുവ്യക്തമായിട്ട് മനസ്സിലാകും, നിനക്കിൽ നീയും ഞാനും ഒന്നു തന്നെ. ദൈവ ഭഗവാനെ, അങ്ങയിൽ നിന്നും ഞാൻ അന്യനല്ല, നീയും ഞാനും ഒന്നു തന്നെയാണ്. അല്ലെ, സമുദ്രത്തിലെ ജലം, അതിലുള്ള തിരകളാണ് നമ്മൾ എല്ലാവരും. അല്ലെ, ആ തിരകൾ സമുദ്രത്തിൽ നിന്നും അന്യമല്ല. അല്ലെ, ആ തിരിച്ചറിവാണ് ഗുരു പറയുന്നത്. അല്ലെ, ഗുരു പറയാണ് നിനക്ക് നീയും ഞാനും ഒന്നു തന്നെ എന്നുള്ള ആ തത്വം അത് കൈവരുന്നതിന്നിതെന്നി. അത് കൈവരുന്നത്, അത് കരഗതമാക്കണം, അത് കരസ്ഥമാക്കണം, നേടണം. അതല്ലാതെ ഇന്നിതെന്നി, ഇതിൽ നിന്നും മാറി, അതാണ് ഇന്നിതെന്നി, ഇതിൽ നിന്നും തെന്നി മാറി, ഇതിൽ നിന്നും അകന്നു മാറി അടിയനില്ല കാംക്ഷിതം. അടിയന് എന്തില്ല? ഒരാഗ്രഹവുമില്ല. അല്ലേ, നീയും ഞാനും ഒന്നു തന്നെയാണെന്നുള്ള ആ സത്യം, ആ ശ്രേഷ്ഠമായ അറിവ്, അത് കരഗതമാകുന്നതല്ലാതെ ഈയുള്ള ഭക്തന് അടിയൻ എന്തില്ല? വേറെ ഒരു മോഹവും ഇല്ല. ആ യഥാർത്ഥ ഭക്തന്റെ അവസ്ഥയാണ് ഇവർ പറയുന്നത്. ഒരു ഭക്തൻ എന്തിനു വേണ്ടി ശ്രമിക്കണം? ബാഹ്യമായിട്ടുള്ള മോഹങ്ങൾക്ക് പിന്നാലെ, അല്ലെ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ, ആർത്തികൾക്ക് പിന്നാലെ നമ്മൾ അലയാതെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം, അതാണ് പരമാത്മാവിൻ്റെതാണ്. ഈ ജീവാത്മാവ് ആരുടേതാണ്? പരമാത്മാവിൻ്റേത് തന്നെയാണെന്നുള്ള തിരിച്ചറിവിലോട്ട് നമ്മൾ നമ്മളെ ഉയർത്തി ഉണർന്ന് വീഴണം. അല്ലേ, അതാണ് ഇവിടെ ഗുരു പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ഇങ്ങനെ കൈവരുന്നത് ഇന്നിതെന്നി അടിയാനില്ല കാംക്ഷണ. ഒരു ആഗ്രഹവും എനിക്ക് വേണ്ടേ എന്നാണ്. എനിക്ക് നീയും ഞാനും ഒന്നാണെന്നുള്ള ആ തിരിച്ചറിവ്, അത് മാത്രം എനിക്ക് മതി. പിന്നെന്താ പറയുന്നത്? ശൈവമൊന്നൊഴിഞ്ഞു മറ്റുമുള്ളതൊക്കെ. ശൈവം, അല്ലേ, ശൈവം എന്ന് പറയുമ്പോൾ നമ്മള് ശാക്തേയം ശൈവം ആ സെൻസിൽ എടുക്കണ്ട. ഇവിടെ ശൈവം എന്ന് പറയുന്നത് മംഗളകാരിയായ ശിവനിലോട്ടുള്ള വഴി. അതായത് നമ്മളിപ്പോ ശിവന്റെ രൂപത്തിലാണ് പരമാത്മാവിനെ നമ്മള് കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ശിവനിലൂടെ നമ്മൾ ഏതിലോട്ടിട്ടും? പരമാത്മാവിലോട്ട് ഇട്ടും. ആ ഒരു സെൻസിൽ എടുക്കാം. അല്ലെങ്കിൽ എങ്ങനെ എടുക്കാം? ഇങ്ങനെ എടുക്കാം. നമ്മൾ ഈ പറയുന്ന പരമാത്മാവായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ആ മംഗളസ്വരൂപി ഏതാണ്? സച്ചിദാനന്ദ സ്വരൂപം. മനസ്സിലായില്ലേ? അപ്പൊ ആ രണ്ട് സെൻസിൽ നമുക്ക് എടുക്കാം. ആ ഒരു സഗുണോപാരാധനയുടെ ഭാഗമായിട്ടും നിർഗുണ പരബ്രഹ്മമായിട്ടും നമുക്ക് ആ ശൈവപദത്തെ നമുക്ക് കണക്കാക്കാം. അപ്പൊ ശൈവമൊന്നൊഴിഞ്ഞ്, അതാ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ശിവനെ ഒഴിച്ച് ബാക്കിയല്ലേ വേറെ എന്താണ് വൈഷ്ണവവും ശാക്തയും എല്ലാം മോശമെന്നല്ല ഗുരു പറയുന്നത്. ശ്രേഷ്ഠമായ അറിവല്ലേ, ആ പരമാത്മാവിനെ അറിയുക എന്നുള്ള ആ ശ്രേഷ്ഠമായിട്ടുള്ള ആ ശിവസ്വരൂപത്തിലോട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപത്തിലോട്ടുള്ള വഴി. അല്ലെ, ബാക്കിയെല്ലാം എന്താണ്? അങ്ങും ഇങ്ങുമായി മറ്റുമുള്ളതൊക്കെ, ബാക്കിയുള്ള വഴികളെല്ലാം അങ്ങും ഇങ്ങുമായി വലഞ്ഞ് ഉഴന്നിടുന്ന വഴി. ബാക്കിയുള്ള എല്ലാ ആഗ്രഹങ്ങളും ഏതിലോട്ടാണ് നയിക്കുന്നത്? നമ്മെ തെറ്റായിട്ടുള്ള വഴിയിലൂടെയാണ് നയിക്കുന്നത്. നമ്മൾ പല പല കാമനകൾ, അല്ലെ, ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടാണ് എനിക്ക് ഇതാവണം, എനിക്ക് ഇന്നത് വേണം. ഇങ്ങനെയുള്ള ഭഗവാനും ഞാനും ഒന്നാണെന്നുള്ള, നമ്മൾ ഒന്നാണെന്നുള്ള അറിവ് ഒഴിച്ച് ബാക്കിയുള്ള ഏത് അറിവും എന്ത് ചെയ്യും? അത് സ്വർഗത്തെ കുറിച്ചുള്ള ചിന്തയാൽ പോലും അത് വലഞ്ഞുഴന്നിടുന്ന വഴിയാണ്. നമ്മളെ വലച്ച് കഷ്ടപ്പെടുത്തി
ദുഃഖിപ്പിക്കുന്ന വഴിയാണ്, എളുപ്പ വഴിയല്ല. ഇത് വ്യക്തമായിട്ട് പറയുന്നല്ലേ. പക്ഷെ എന്നിട്ട് പറയണം, പക്ഷെ ആ വഴിയും ഓർക്കിൽ നീ കാര്യം നിന്നിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നുമില്ല എന്നിരിക്കെ ആ വഴിയും ആര് തന്നെയാണ്? നീ തന്നെയാണ്. നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അതിനും ആധാരമാര് തന്നെയാണ്? നീ തന്നെയാണ്. കാര്യം നീ അറിയാതെ ഈ പ്രപഞ്ചത്തില് ഒന്നും നടക്കത്തില്ല അല്ലേ. സകല ചരാചരങ്ങളും പ്രപഞ്ചത്തിലെ ഓരോ അണുക്കളും നിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്. അപ്പൊ ബാക്കിയുള്ള ഏത് വഴി, ഏതാഗ്രഹവും, സ്വർഗപ്രാപ്തിക്കുള്ള ആഗ്രഹം ആയാൽ പോലും അത് നമ്മെ എന്ത് ചെയ്യും? അനേകം ജന്മങ്ങളിൽ കൂടെ പ്രവേശിപ്പിക്കും. ആ ആഗ്രഹം എന്താണ്? ബുദ്ധീകരണത്തിനായിട്ട് സാഫല്യത്തിനായിട്ട് നമ്മുടെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വരും അല്ലെ. നമ്മൾ ആ ജനന മരണമാകുന്ന ആ സൈക്കിളിൽ നമ്മൾ എന്ത് ചെയ്യും? അകപ്പെട്ടു പോകും. അതാണ് ഗുരു പറയുന്നത്. ബാക്കിയുള്ള എല്ലാ വഴി എന്താണ്? അയ്യോ ഭഗവാനെ, എന്നെ വലയ്ക്കുന്ന വഴിയാണ്, നീയും ഞാനും ഒന്ന് തന്നെയാണെന്നുള്ള അറിവ് മാത്രമാണ് എന്നിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കാര്യഗൗരവത്തോടുകൂടി നമ്മുടെ വിഷയങ്ങളെ മനനം ചെയ്ത് നമ്മൾ ശരിയാവണ്ണം ധാരണ ചെയ്ത് ഉറപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അല്ലയോ ഭഗവാനെ, നീയും ഞാനും അന്യനല്ല അല്ലേ, നമ്മൾ രണ്ടും ഒന്നാണ് എന്ന തിരിച്ചുണ്ടാവും. ആ തിരിച്ചറിവിൽ കഴിഞ്ഞ് വേറെ ഒരു ആഗ്രഹവും അവിടുത്തെ ഈ എളിയ ഭക്തനില്ല. ബാക്കിയുള്ള ഏത് കാമനകൾക്ക് പിന്നാലെയുള്ള അല്ലെ, ബാക്കി ഏത് വഴിയുള്ള ഓട്ടവും നമ്മളെ ക്ലേശിപ്പിക്കുന്ന, ക്ലിഷ്ടതകളിലോട്ട് നയിക്കുന്ന അല്ലെ, നമ്മളെ വട്ടം ചുറ്റിക്കുന്ന, നട്ടം തിരിക്കുന്ന പെരുവഴിയായി പോകുമെന്നാണ് പറയുന്നത്. ബാക്കി ഏത്, പക്ഷെ ആ പെരുവഴി ഏത് വഴിയായാലും അതും ആരുടെ അറിവോടുകൂടിയേ നടക്കുന്നുള്ളൂ. അതും നിന്നിൽ നിന്നും അന്യമല്ല. പക്ഷെ എനിക്ക് ഏത് മതി? എനിക്ക് ഇതും ഞാനും ഒന്നാണെന്ന ആ അറിവില് ജയിച്ച് ഇരിക്കണം. ആ സമാധിസ്ഥനായിട്ട്, ആ ഒരു ചിന്തയിൽ സമാധിസ്ഥനായി എനിക്ക് നിലയുറപ്പിക്കാൻ കഴിയണം. ഇതാണ് ഇത് പറയുന്നത്. നിനക്കിലിന്ദു ചൂടനൊന്നു തന്നെ നീയൊഴിഞ്ഞു മറ്റെനിക്കു ദൈവമില്ല. നിനക്കലിന്ദു ചൂടനൊന്നു തന്നെ നീയൊഴിഞ്ഞു മറ്റെനിക്കു ദൈവമില്ല. പൊൻവിളക്കിളയ്ക്കുമാഴിയേ മനം തുടങ്ങിയെന്നുമെണ്ണമൊക്കെനിക്കിനക്കിടും കനം കുറഞ്ഞ മേനിയെ കനിഞ്ഞു വന്ന കന്നലേ. അല്ലെ, ഇപ്പൊ അടുത്തത് പറയണ്ടേ, എന്താ പറയാ? നിനക്കിലിന്ദു ചൂടൊന്നു തന്നെ നീയൊഴിഞ്ഞു മറ്റെനിക്കു ദൈവമില്ല. പൊൻവിളക്കിളയ്ക്കുമാഴിയേ മനം തുടങ്ങിയെന്നുമെണ്ണമൊക്കെനിക്കിനക്കിടും കനം കുറഞ്ഞ മേനിയെ കനിഞ്ഞു വന്ന കന്നലേ. ഇവിടെ എന്താ പറയുന്നത്? നിനക്കില് ഇന്ദു ചൂടൻ ഒന്നു തന്നെ നീ ഒഴിഞ്ഞ മറ്റെനിക്കും ദൈവമില്ല. പൊൻവിളക്കിളയ്ക്കുമാഴിയേ. ഭഗവാനെ സംബോധന ചെയ്താണ് പൊൻവിളക്കിളയ്ക്കും ആഴിയെ. എന്നെന്താ പറയുന്നത്? മനം തുടങ്ങി എന്നും എണ്ണമൊക്കെ നെക്കി നക്കിടും അല്ലെ. കനം കുറഞ്ഞ മേനിയെ കനിഞ്ഞു വന്ന കന്നലേ. ഇതിന്റെ സംബോധനമാണ് അല്ലെ. കനം കുറഞ്ഞ മേനിയെ കനിഞ്ഞു വന്ന കന്നലേ, കൽക്കണ്ടമേ അല്ലേ. ഇതിങ്ങനെ മധുരപലഹാരങ്ങളുടെ പേരൊക്കെ എടുത്ത് ഭഗവാനെ വിളിക്കും. എന്തുകൊണ്ടാണ്? ആ ഭക്തിമാനത്തിന്റെ അല്ലേ. നമ്മളെ വീട്ടിലെ മക്കൾക്ക് പേരിടുന്നതൊക്കെ അല്ലെ. ചക്കര എന്നൊക്കെ നമ്മളിടത്തില്ലേ, സ്നേഹമുണ്ട് അല്ലേ. ഇവിടെ പറയണേ, നിനക്കൽ ഇന്ദു ചൂടനൊന്നു തന്നെ. ചിന്തിച്ചു നോക്കിയാൽ എന്താണ് ഇന്ദു ചൂടൻ ഒന്നു തന്നെ? ഇന്ദു ചൂടൻ എന്ന് പറയുന്ന ഒരു ആ വ്യക്തി അല്ലെ, അല്ലെങ്കിൽ ആ ഒരു മഹാസാന്നിധ്യം, ആ നിറസാന്നിധ്യം അല്ലാതെ നീ ഒഴിഞ്ഞു, നിന്നെ ഒഴിഞ്ഞ്, നിന്നെ വിട്ട് അല്ലെ, നിന്നിൽ നിന്നും അകന്നു മാറി അല്ലേ. മറ്റെനിക്കു ദൈവമില്ല. എനിക്ക് മറ്റുള്ള ദൈവങ്ങളൊന്നും തന്നെ ഇല്ല. അല്ലയോ ശ്രേഷ്ഠനായിട്ടുള്ള ശിവപെരുമാനെ, അല്ലയോ മംഗളസ്വരൂപ, ജ്ഞാനസ്വരൂപ,
അങ്ങയെ ഒഴിച്ചു നിർത്തി ഈയുള്ളവന് അല്ലെ ആരില്ല, വേറെ ഒരു ആരാധനാമൂർത്തിയെ ഇല്ല. ഇന്ദു ചൂടൻ അല്ലേ, ഇന്ദു ചൂടൻ എന്താണ്? ചന്ദ്രകലാധരൻ, സോമശേഖരൻ അല്ലേ. അങ്ങനെയുള്ള സോമശേഖരനെ ഒഴിച്ച് എനിക്ക് ആരില്ല, വേറൊരു ദൈവമില്ല നിന്നെ മാറ്റി നിർത്തി. എന്താ പറയുന്നത്? പൊൻവിളക്ക് ഇളയ്ക്കും ആഴിയെ അല്ലെ. ഏതാണ്? പൊൻവിളക്കിന്റെ പ്രഭയെപ്പോലും അല്ലെ ഇളയ്ക്കുന്ന, അതിനെ നശിപ്പിച്ചു കളയുന്ന, അതിനെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന, അതിനെ നിഷ്പ്രഭമാക്കുന്ന പൊൻവിളക്ക് ഇളയ്ക്കും ആഴിയെ. ആഴി എന്താ? സമുദ്രമാണ് അല്ലെ, നമ്മുടെ സമുദ്രം. പക്ഷെ ഇവിടെ വേറൊരു അർത്ഥവും കൂടെ അതിനുണ്ട്. നമ്മള് ദീപശിഖയ്ക്ക് എന്തെന്ന് പറയും? പ്രകാശത്തിന്റെ വലിയ ശിഖയ്ക്ക് എന്ന് പറയും നമ്മള് ആഴി എന്ന് പറയും. അപ്പോൾ നല്ല വിളങ്ങി നിൽക്കുന്ന സ്വർണവർണ്ണമായിട്ടുള്ള അല്ലെ, നല്ല വിളങ്ങി നിൽക്കുന്ന ശുദ്ധമായ ആ ദീപത്തിന്റെ നാളത്തിന്റെ പ്രഭയെ പോലും നല്ല തിളങ്ങുന്ന നല്ല സ്വർണ്ണ വിളക്ക് കൊടുത്തു വയ്ക്കേ, ആ വിളക്കിന് നല്ല തിരിയും കൂടെ ഇട്ടാലോ എന്ത് പ്രഭയാണ്. അങ്ങനെ കത്തിച്ചൊരിച്ച് പ്രജ്വലിച്ച് നിൽക്കുന്ന ആ പൊൻവിളക്കിന്റെ പ്രഭയെ പോലും നിസാരവൽക്കരിക്കുന്ന എന്താണ്? വിളയ്ക്കും ആഴിയെ. അങ്ങനെയുള്ള ആ പ്രകാശ സ്വരൂപനാണ് ആര്? നീ അല്ലേ. ഈ സാക്ഷാൽ എന്താണ്? അത്രയ്ക്ക് ശ്രേഷ്ഠനായിട്ടുള്ള സകലതിനെയും സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ആ സ്വരൂപമാണ് നിന്റേതെന്ന് പറയാൻ. അപ്പൊ പൊൻവിളക്കിന്റെ ആ ശോഭയൊക്കെ നിന്റെ മുന്നിൽ നോക്കുക എന്നല്ല, ഒന്നുമേ അല്ല. പൊൻവിളക്കിന്റെ മഹിമയെ പോലും തൃണവൽക്കരിക്കുന്ന, നിസാരമാക്കി കളയുന്ന ഏത്? ദീപശിഖയെ പ്രകാശ ദൂരമേ. മണം തുടങ്ങി എണ്ണും എണ്ണമൊക്കെ. മനം തുടങ്ങി അല്ലെ, മനം അല്ലെ, മനം തുടങ്ങി എണ്ണും. മനം തുടങ്ങി എണ്ണുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് മുതലായി നമ്മള് എണ്ണുക. നേരത്തെ പറഞ്ഞതൊക്കെ മനസ്സിലാക്കുന്ന, അനുഭവിച്ചറിയുന്ന അല്ലെ, അല്ലെങ്കിൽ നമ്മൾ കണക്കിലെടുക്കുന്ന. അപ്പൊ മനത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ എടുക്കണം. ആ എണ്ണത്തിൽ വരുന്ന ഏതൊക്കെയാണ്? നമ്മുടെ മനസ്സ് അല്ലെ, അതുപോലെ അതിൻ്റെ കൂടെ എന്ത് വരുന്നുണ്ട്? നമ്മുടെ ചിത്തം, ബുദ്ധി, അഹങ്കാരം. ഈ 4നെയും കൂടെ ചേർത്തെടുക്കണം. അതിനെയാണ് ഗുരു ഒന്ന് പറഞ്ഞത് മനം തുടങ്ങി. എന്താ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്? ഒന്നല്ല, ഗുരുവിന് ഇങ്ങനെ പ്രയോഗമാണ്, ഒന്നേ പറയും, ബാക്കി നമ്മൾ എടുത്തോണം. അപ്പൊ മനസ്സ്, അഹങ്കാരം, ചിത്തം, ബുദ്ധി. മനസ്സ്, അഹങ്കാരം, ചിത്തം, ബുദ്ധി. ഇങ്ങനെ തുടങ്ങി എണ്ണമൊക്കെ ഇങ്ങനെ നമ്മൾ അനുഭവിച്ചറിയുന്ന ഓരോ കാര്യങ്ങളും നെക്കി നക്കിടും. വീണ്ടും ഒരു പറയാണ്, അതിനെയെല്ലാം അല്പാൽപമായിട്ട് അല്ലെ രുചിച്ച് നുണഞ്ഞുകൊണ്ട് തന്നിലോട്ട് ചേർത്തെടുക്കുന്ന കനം കുറഞ്ഞ മേനിയെ. ഭഗവാനെ കനം കുറഞ്ഞ മേനി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭാരരഹിതമാണ് അല്ലെ. നമ്മൾ പറയത്തില്ലേ ആ പരമ്പുകൾ എന്ന് പറയുന്നത് എന്താണ്? അത് ഭാരമില്ല അല്ലെ, അത് പറയുന്നില്ലേ, അതിനെന്താണ്? ഭാരരഹിതമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ആത്മജ്ഞാനം ഉണ്ടാകുമ്പോഴുള്ള ഏറ്റവും വലിയ അനുഭൂതിയായിട്ട് പറയുന്നത് എന്താണ്? ഭാരമില്ലാത്ത അവസ്ഥ അല്ലെ. ഒരു പഞ്ഞി പോലെ, ഒരു അപ്പൂപ്പത്താടി പോലെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒഴുകി നടക്കാൻ കഴിയും അല്ലെ. ഒന്നിന്റെയും അല്ലെ കെട്ടുപാടുകളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മെ ബാധിക്കുന്നില്ല അല്ലെ. നമ്മളെ ഉള്ളിലിരിക്കുന്ന ആത്മസത്തയെ അതിന് കുണ്ടലിനി പ്രസരണം ഉണ്ടായിട്ട് നമ്മൾ ആത്മാനുഭൂതിയെ നുകരുകയാണ്. അങ്ങനെയുള്ള ആ സ്വരൂപമുണ്ട്, ആ ശ്രേഷ്ഠ സ്വരൂപമാണ് പറയുന്നത്. ആ പ്രകാശ സ്വരൂപനായിട്ടുള്ള അല്ലെ ആ ഭഗവാന്റെ ആ രൂപം അതാണ് പറയുന്നത്. കനം കുറഞ്ഞ മേനിയാണ് ഭഗവാന്റെ മേനി. എന്താണ്? ഭാരരഹിതമായി നിൽക്കുന്ന ആ ശ്രേഷ്ഠമായിട്ടുള്ള കളയപുരത്തോട് കായത്തോടു കൂടിയവനെ കനിഞ്ഞു വന്ന കന്നലേ. എങ്ങനെ വന്ന കന്നലെ? കനിഞ്ഞു വന്ന അല്ലെ, കനിഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ഉരുകി വരിക, അല്ലെങ്കിൽ കാരുണ്യം കൊണ്ട് ഉരുകി ഒലിക്കുക. കനിഞ്ഞു വന്ന കന്നലേ. കന്നൽ എന്താണ്? കന്നൽ എന്ന് പറഞ്ഞാൽ 3 മീനിങ് പറയാം. നമുക്ക് കൽക്കണ്ടം എന്നുണ്ട്, ശർക്കര എന്നുണ്ട്, അതുപോലെ കരിമ്പെന്നുണ്ട്. ഏതായാലും 3 എന്താണ്? മധുര പദാർത്ഥങ്ങളാണ് അല്ലെ. ഭഗവാൻ ഒരിക്കലാണ് കനിഞ്ഞു വന്ന കന്നലേ, കാരുണ്യം കൊണ്ട് ഉരുകി ഒലിച്ചു വരുന്നല്ലയോ കൽക്കണ്ടമേ.
അല്ലേ? ഗുരുവിനെ അങ്ങനെ ആയിക്കോട്ടെ, മധുരത്തേൻ മൊഴിയേ കുളമേ എന്നൊക്കെ വിളിക്കുമ്പോൾ അല്ലേ? ഗുരുവിന്റെ വിളികളുണ്ട്, വല്ലാത്ത രസം അല്ലേ? ഇത് മാധവരാതി തിരഞ്ഞെടുവൻ പതിയെ പദമങ്കജമേ ഗതിയെ എന്നൊക്കെയുള്ള വിളികളുണ്ട് ഗുരുവിന്. അത് ഭയങ്കര രസമാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഉരുകി ഒലിക്കുന്ന കൽക്കണ്ടം പോലെ, അല്ലെങ്കിൽ ശർക്കര പോലെ, അല്ലെങ്കിൽ ഇച്ചിറ്റ് വീഴുന്ന ആ കരിമ്പിൻ നീര് പോലെ കാരുണ്യവായ്പോട് കൂടിയവനെ അല്ലേ? ആ അലിവ് എപ്പോഴും എന്തിനെയാണ് കാണിക്കുന്നത്? അലിയുന്നത് കാരുണ്യമാണ് അല്ലേ? പറയില്ല, അവന് നല്ല അലിവാണെന്ന് പറഞ്ഞാല് ഏറ്റവും ഉയർന്ന ഒരു ഗുണമാണ് അല്ലേ കാരുണ്യം. അതാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാല് നിനക്ക് അല്ലെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ദുചൂടനെ ഒന്ന് മാറ്റി നിർത്തി എനിക്ക് മറ്റ് ഒരു ദൈവവും ഇല്ല. പിന്നെന്താ പറയുന്നത്? നമ്മുടെ മനസ്സ് മുതലായിട്ടുള്ള അല്ലെ മനസ്സ്, അതുപോലെ അഹങ്കാരം, ചിത്തം, ബുദ്ധി തുടങ്ങി നമ്മുടെ സകല വിഷയങ്ങൾ എന്ത് ചെയ്യാണ്? അവസാനിച്ച് അല്പാൽപമായി നമ്മളെ ഭഗവാനിലോട്ട് ചേർക്കുന്നു അല്ലെ? അങ്ങനെയുള്ള മഹത്തരമായിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാൻ എന്തെന്നാണ് പറയുന്നത്? ആ ഉരുകി ഒലിക്കുന്ന കൽക്കണ്ടം പോലെയുള്ള കാരുണ്യ സ്വരൂപത്തോടു കൂടിയ അല്ലയോ ഭഗവാനെ, കനം കുറഞ്ഞ മാനരഹിതമായ അവസ്ഥ ഉള്ളതും അത് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നതുമായ അല്ലയോ തമ്പുരാനെ, അങ്ങേക്കെന്ത് എന്റെ നമസ്കാരം കഴിയുന്നതാണ്. സമയമായിട്ടുള്ളൂ. ചോദിച്ചതല്ല, നിങ്ങളുടെ സമയം പറയുന്നത് അതാണ് ചോദിച്ചത്. സമയമാണെന്ന് നമ്മൾ റഷ് ചെയ്തിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? കൂടുതൽ സ്പീഡിലെടുത്ത് വൈദ്യുതി അങ്ങനെ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കുറെ സമയം എടുക്കേണ്ടി വരും. നമ്മൾ അങ്ങനെ ഓടിപ്പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായില്ല. അതാണ് ചോദിച്ചത്. നിങ്ങളുടെ ടൈം എനിക്ക് പ്രശ്നമല്ല, അത് നിങ്ങളുടേതായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കുറെ സമയം വേണ്ടി വരും. അപ്പൊ അത് ഇതില് പറഞ്ഞാലെന്തെങ്കിലും സംശയങ്ങളോ ഒന്നുമില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഇതേ കണക്ക് നമ്മളൊന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് ഞാൻ പറഞ്ഞു മനസ്സിലായി. നിങ്ങൾക്ക് കൂടുതൽ സമയം ഇരിക്കാനേ പറ്റുമെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഓടി റഷ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ എടുക്കാൻ അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്. എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ബുദ്ധി നമ്മൾ നിങ്ങളോട് എത്തിക്കുമ്പോൾ ഒരുപാട് സ്ട്രെയിനാണ്. നമ്മൾ നിങ്ങളുടെ അടുത്തൊരു കഥ പറയുന്നതല്ല അല്ലേ? കൃതികളുടെ ഓരോ ഇതിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് ടൈം എടുത്തേ പോകാൻ പറ്റും. അപ്പൊ സ്ത്രീജനങ്ങളുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ചെമ്പഴന്തി വന്നപ്പോ സ്വാമിജി എൻ്റെ അടുത്ത് പറഞ്ഞു, രമേശ് പറഞ്ഞു വരുമ്പോ താല്പര്യം വരുമ്പോ രമേശ് നിൽക്കും. പക്ഷെ അവിടെ സ്ത്രീജനങ്ങളൊക്കെ ഉള്ളതാണ്, അത് ഓർത്തോണം എന്ന് സ്വാമിജി പറഞ്ഞത് കൊണ്ടാണ് ഈ വേളയിൽ ഞാനത് എൻ്റെ അടുത്ത് ചോദിച്ചത്. മനസ്സിലായില്ലേ? ചിലടത്തൊക്കെ തിന്നാൻ വിജയിക്കാനൊക്കെ പറ്റും, പക്ഷെ കാലത്താകുമ്പോൾ കുഴപ്പം വരത്തില്ല. നമുക്ക് പ്രഭാതത്തിലാകുമ്പോൾ നമുക്ക് കൂടുതൽ എടുക്കാനുള്ള കിട്ടും. ആലപ്പുഴയൊക്കെ പോയപ്പോ അവരെ 1 മണിക്കൂർ പറഞ്ഞു, 3/4 മണിക്കൂർ ഞാൻ വിളിച്ചത്. അത് 2.5 മണിക്കൂർ ഞാൻ തന്നെ തളർന്നു പോയി എടുത്തത്. നമ്മൾ ഈ രാത്രി സമയം ഇതുമായതുകൊണ്ട് അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ അങ്ങോട്ട് ചോദിച്ചാണ് നിങ്ങളുടെ സൗകര്യം നമ്മൾ നോക്കണമല്ലോ. ഇതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ചോദിച്ചത്. വായിച്ചു അല്ലേ? നല്ല ചൊല്ലില്ല. അപ്പൊ സിസ്റ്റർ അതാണ് ഞാൻ ചോദിച്ചത്. കാര്യം ഞാൻ നിങ്ങളുടെ സജഷൻ പറഞ്ഞത് എനിക്ക് ബുദ്ധിമുട്ടുള്ളതല്ല, നിങ്ങളെ വെച്ചാണ് ഞാൻ പറയുന്നത്. സ്വാമിജി പ്രത്യേകിച്ച് ഇങ്ങനെ നിർദ്ദേശിച്ചു. സ്വാമിജി ഞാനിത് വന്നു കഴിഞ്ഞാൽ ഓർക്കത്തില്ല, രാമം തോറും ഞാനതിൽ ലയിക്കും. അപ്പൊ പിന്നെ സമയം പോകുന്നതിന് അറിയത്തില്ല. നിങ്ങളെ ഞാൻ വായിച്ചു നോക്കാറുമില്ല. എനിക്ക് എടുക്കുമ്പോ എനിക്ക് അറിയാം, ഞാനിത് നല്ലോണം അറിയാം, ഇത്ര സമയം എടുത്തതിന് വരും നമുക്കൊരു ഏകദേശം അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ടീച്ചർ പറഞ്ഞാക്ക് അവസാനം നമുക്കൊന്ന് ഒന്ന് ഫിനിഷ് ചെയ്യാം, നമ്മളൊന്ന് ഒതുക്കിയിട്ട് പോയെന്ന് വേണ്ട. ഓക്കെ, എടുക്കുന്നത് നല്ലോണം എടുത്തിട്ട് കാര്യമുള്ളൂ, ഓടിച്ചു പോയിട്ട് കാര്യമില്ല. ഒന്ന് വായിക്കാം. അപ്പൊ അത് ഭഗവാന്റെ ഫുൾ നമ്മൾ ചൊന്നാവണം. നിലംബലാറുവാമ്പെരുമ്പൊടംവിളിക്കലത്തിലം വിളങ്ങിടുന്ന ചെഞ്ചിടയ്ക്കിടയ്ക്കളഞ്ഞിടും ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്ക് കുമ്പിടും വടിക്കിനി കരിയുകൂറുണി. നിലം വിളിമ്പലാറുവാമ്പെരുമ്പൊടംവിളിക്കലത്തിലം വിളങ്ങിടുന്ന
ചെഞ്ചിടക്കിടക്കണഞ്ഞിടും ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം വളർന്ന പൂങ്കുലയ്ക്ക് കുമ്പിടും പടിക്കിനി കരിഞ്ഞു കൂറുണീ കനിഞ്ഞു മണ്ണുമപ്പുമപ്പുറം കലർന്ന കട്ടുടങ്ങണഞ്ഞു പിന്നിലന്നു ഇന്നു ഒന്നിരുന്നു മിന്നിടും മണം കലർന്ന വേണിയേടതിന്നു നീ മലർന്നിടും മണിക്കുമാനമില്ല മല്ലിടുന്നൊരല്ലുമില്ലിതിൽ കനിഞ്ഞു മണ്ണുമപ്പുമപ്പുറം കലർന്ന കച്ചുടങ്ങണഞ്ഞു പിന്നിലന്നു ഇന്നു മുന്നിലൊന്നു മിന്നിടും മണം കലർന്ന വേണിയേതതിന്നു നീ മലർന്നിടും മണിക്കുമാനമില്ല മല്ലിടുന്നൊരല്ലുമില്ലിതിൽ ഇതിൽ കിടന്നു കേളുവാൻ നാൾ കഴിഞ്ഞിടും ഇതിൽ പരം നിനക്കിലെന്നു വന്നിടുന്നു സങ്കടം മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവാ കനിഞ്ഞു മുൻമതിക്കുടം കവിഞ്ഞു വായുമാറ് ചൂടിയാടുമീ ഇതിൽ കിടന്നു കേളുവാൻ നാൾ കഴിഞ്ഞിടുന്നിനിക്കിതിൽ പരം നിനക്കിലെന്നു വന്നിടുന്നു സങ്കടം മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവാ കനിഞ്ഞു മുൻമതിക്കുടം കവിഞ്ഞു വായുമാറ് ചൂടിയാടുമീ അടിക്കു വന്നി പോയി നിൻമുടിക്കൊരഞ്ഞ പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നു വട്ടി ശൈലമേ കെടുത്തു നീ വിരുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടെ നടിച്ചിടും നമ ശിവായ നായകാ നമോ നമഃ അടിക്കു വന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നു വട്ടി ശൈലമേ എടുത്തു നീ വിരുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടെ നടിച്ചിടും നമ ശിവായ നായകാ നമോ നമഃ. സ്വാമി കൃപാദങ്ങൾ ശരണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുദേവന്റെ അനുഗ്രഹ കൃപാകടാക്ഷം സദാ ഉണ്ടാകട്ടെ. ഗുരുവിൽ അർപ്പിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാകട്ടെ.